ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത കഥാശ്രവണോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാർത്ഥസാരഥി ക്ഷേത്രം. ഒരുപക്ഷെ ഗുരുവായൂരപ്പനെ ആർക്കാണ് അറിയാത്തത്? പക്ഷേ പാർത്ഥസാരഥി ക്ഷേത്രം എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷേ ഇതേ ക്ഷേത്രത്തിലാണ് നമ്മുടെ ശങ്കരാചാര്യർക്ക് ഭഗവാൻ വിരാട് രൂപം ദർശിച്ചു കൊടുത്തത്. കണ്ടോ? ചരിത്രപ്രസിദ്ധമായിട്ടുള്ള പാർത്ഥസാരഥി ക്ഷേത്രമാണ് ഇവിടെ. അന്നേരം ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് നമ്മുടെ അവിടുത്തെ ഇൻചാർജ് അദ്ദേഹമുണ്ട്. നമസ്കാരം. ഗുരുവായൂർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ഭഗവാൻ ആദിശങ്കരാചാര്യ സ്വാമികൾ പ്രതിഷ്ഠിച്ചതാണ് പാർത്ഥസാരഥി വിഗ്രഹം എന്നാണ് ഐതിഹ്യം. പാണ്ഡവ മാതാവ് കുന്തിദേവി ഗംഗാനദിയിൽ നിന്നുകൊണ്ട് ശ്രീ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ശ്രീ പാർത്ഥസാരഥി വിഗ്രഹം. രഥമാതൃകയിലുള്ള ശ്രീകോവിൽ എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് അർജുന സങ്കല്പത്തോടുകൂടി ഭഗവാൻ വാണരുളുന്ന ക്ഷേത്രമാണ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്ന ഗീതാദിനം ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ദിവസമാണ്. ഗുരുവായൂർ ഏകാദശി നാളിൽ തന്നെയാണ് ഗീതാദിനവും ഇവിടെ ആചരിക്കുന്നത്. ലോകപ്രശസ്തമായ ഗുരുവായൂർ ഏകാദശി നാളിലെ രഥമെഴുന്നള്ളിപ്പ് വളരെ വളരെ അത്ഭുതകരമായ ഒരു ദൃശ്യം തന്നെയാണ്. കാരണം കാലത്ത് ഗുരുവായൂരപ്പൻ ശ്രീ പാർത്ഥസാരഥിയെ ക്ഷണിക്കുവാനായി പാർത്ഥസാരഥി അങ്കണത്തിലേക്ക് ആനകളുടെയും പഞ്ചവാദികളുടെയും എല്ലാം അകമ്പടിയോടുകൂടി വരുന്നതാണ് ആ കാഴ്ച. ഭഗവാന്റെ ക്ഷണം സ്വീകരിച്ച് പ്രിയതോഴൻ അർജുനനോടുകൂടി ഗുരുവായൂരപ്പ സന്നിധിയിലേക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാൻ പുറപ്പെടുന്ന ആ രഥഘോഷയാത്ര കാണാൻ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുള്ളത് വലിയ പ്രത്യേകത തന്നെയാണ്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള എല്ലാ പ്രതിഷ്ഠകളും കിഴക്കോട്ട് അഭിമുഖമായി ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ക്ഷേത്രത്തിലെ നവഗ്രഹ ക്ഷേത്രമുണ്ട്, ഗണപതി ക്ഷേത്രം, ഗണപതി ക്ഷേത്രം, അങ്ങനെ ഒരുപാട് ഉപദേവ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. നമുക്ക് ആദ്യമായി നവഗ്രഹ ക്ഷേത്രത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. ഇതാണ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ നവഗ്രഹ ക്ഷേത്രം. ഒറ്റക്കല്ലിൽ പരസ്പരം മുഖം നോക്കാതെ ഇരിക്കുന്ന നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. കേരളത്തിലെ തന്നെ പ്രധാന നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ നവഗ്രഹ ക്ഷേത്രം. വിദേശത്തു നിന്നും അന്യരാജ്യങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ഭക്തജനങ്ങൾ നവഗ്രഹ പൂജ ചീട്ടാക്കുന്ന അല്ലെങ്കിൽ വഴിപാട് കഴിക്കുന്ന ഒരു ക്ഷേത്രമാണ് നവഗ്രഹ ക്ഷേത്രം പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ. അതിവിശിഷ്ടമായ മനുഷ്യൻ്റെ ഗ്രഹദോഷങ്ങൾ അങ്ങനെ എല്ലാവിധ കാര്യങ്ങൾക്കും ഒരു ശാന്തി വരുത്തുന്ന നവഗ്രഹ പൂജ ഈ ക്ഷേത്രത്തിലെ പ്രധാന ഒരു വഴിപാട് തന്നെയാണ്. ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപമാണ്. നവരാത്രി കാലത്തായാലും മറ്റ് വിശേഷ ദിവസങ്ങളിലെല്ലാം കുട്ടികളും മുതിർന്നവരുമായി ഒരുപാട് പേർ ഇവിടെ ഗാനങ്ങൾ ആലപിക്കാനെത്തും. പിന്നെ സപ്താഹം വായന, അങ്ങനെ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരു നവരാത്രി മണ്ഡപമാണിത്. ഇവിടെ സരസ്വതി ഭഗവതിയുടെ ആരാധന നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നീടുള്ളത് അയ്യപ്പ ക്ഷേത്രം, ഇവിടുത്തെ പ്രധാന ക്ഷേത്രം തന്നെയാണ്. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ മണ്ഡലമാസങ്ങളിൽ ഒരുപാട് അയ്യപ്പന്മാർ ഇവിടെ വന്ന് കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകുന്ന ഒരു കാഴ്ച, നല്ല ഒരു കാഴ്ച തന്നെയാണ്. തൊട്ടപ്പുറത്ത് തന്നെ രക്ഷസിൻ്റെ അമ്പലം പ്രതിഷ്ഠയുണ്ട്. രക്ഷസ് പൂജ ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വഴിപാട് ചീട്ടാക്കുന്നതാണ്. ഈ രഥമാണ് ഗുരുവായൂരിലേക്ക് ആദ്യകാലങ്ങളിൽ പോയിരുന്നത്. പിന്നീട് അത് മാറ്റി പുതിയ രഥമുണ്ട്, അത് അപ്പുറത്തുണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോൾ അത് കാണിച്ചു തരുന്നതാണ്. ഇത് ഈ നമ്മുടെ ക്ഷേത്രത്തിൽ പ്രത്യക്ഷ ഗോപൂജ നടത്തുന്ന ഒരേ ഒരു ക്ഷേത്രം
കേരളത്തിൽ എല്ലാ ദിവസവും പ്രത്യക്ഷ ഗോപൂജ നടത്തുന്ന ഒരേ ഒരു ക്ഷേത്രം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം മാത്രമാണുള്ളത്. ഇവിടെ കെട്ടുന്ന പശുക്കളെ കെട്ടുന്ന തൊഴുത്താണ്, പശുക്കളെല്ലാം പുറത്താണ്. അപ്പോൾ ഗോപൂജ എന്ന അതിപ്രധാനമായ പൂജ ഇവിടെ പ്രത്യക്ഷ ഗോപൂജ നടത്തി ഒരുവിധം എല്ലാ ഭക്തജനങ്ങളും ഒരുപാട് റെസീറ്റ് ചീട്ടാക്കുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഗോപൂജ. നമ്മുടെ ഗോപൂജയ്ക്ക് അങ്ങോട്ട് പോകണമെന്നില്ല, ഗോപൂജയ്ക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ പശുക്കളാണ്. ഇവിടെ മൊത്തം 4 പശുക്കളുണ്ട്. ഭഗവാനെ ഭക്തജനങ്ങൾ വഴിപാടായി നടയിരുത്തിയ പശുക്കളാണ്. ആ പശുക്കളെ ഉപയോഗിച്ചാണ് ഇവിടെ ഗോപൂജ നടത്തുന്നത്. ഒരുപാട് ഭക്തജനങ്ങൾ ഈ വഴിപാട് ഇവിടെ നടത്താറുണ്ട്. എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ ഗോപൂജ നടക്കുന്നു എന്നുള്ളത് വലിയ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ ഗോപുരമാണ്. ഈ ക്ഷേത്രത്തിലെ ആദിശങ്കരാചാര്യ പ്രതിഷ്ഠ വലിയൊരു പ്രധാന ഘടകം തന്നെയാണ്. കാരണം ആദിശങ്കരാചാര്യ സ്വാമികളുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ്. വളരെ ചുരുക്കം ക്ഷേത്രങ്ങൾ മാത്രമേ ആദിശങ്കരാചാര്യ പ്രതിഷ്ഠ ഉള്ളൂ. അതിലൊന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. കാരണം ആദിശങ്കരാചാര്യ സ്വാമികളാണ് ഇവിടുത്തെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പൂജാവിധികളെല്ലാം ഗുരുവായൂർ ചിട്ടപ്പെടുത്തിയ പോലെ അതേപോലെ തന്നെയാണ് ആദിശങ്കരാചാര്യ സ്വാമികൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിലും അത്തരത്തിലുള്ള പൂജാവിധികളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആദിശങ്കരാചാര്യ സ്വാമികൾക്ക് ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. കാരണം ശങ്കരജയന്തി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാന ക്ഷേത്രമാണ് ഗുരുവായൂരിലെ ആദിശങ്കരാചാര്യ സ്വാമികളുടെ ക്ഷേത്രം. ഒരുപാട് ഭക്തജനങ്ങൾ ശങ്കരജയന്തി ദിനത്തിൽ ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വന്നു ചേരുന്നു എന്നുള്ളത് ഒരു വലിയ പ്രാധാന്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഊട്ടുപുര ഒരുപാട് ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളായതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അന്നദാനം നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരുപാട് ഭക്തജനങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ അന്നദാനം നടത്തുന്നു. ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. നമ്മുടെ ഗുരുവായൂരിലേക്ക് പോകുന്ന ഇപ്പോൾ പോകുന്ന രഥമാണിത്. ഇവിടെ എല്ലാ ദിവസവും ശിവേലിക്ക് രഥം എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ എല്ലാ ദിവസവും ശിവേലിക്ക് രഥം എഴുന്നള്ളിപ്പ് നടത്തുന്ന ഒരേ ഒരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം. പാർത്ഥസാരഥി ക്ഷേത്രം തന്നെയാണ്. അതിലെ ഈ രഥമാണ് ഗുരുവായൂർ ഏകാദശി നാളിൽ നടക്കിലേക്ക് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത്. എല്ലാ ദിവസവും ശിവേലിക്ക് രഥം എഴുന്നള്ളിപ്പുണ്ട്. രഥം എഴുന്നള്ളിപ്പ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് തന്നെയാണ്. കാരണം രഥം എഴുന്നള്ളിപ്പ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റി മുന്നോട്ട് പോകാൻ വളരെ ഗുണകരമാകുന്ന ഒരു വഴിപാട് ആണ് എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. അതുപോലെ തന്നെ ഭഗവാന്റെ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ചാട്ട സമർപ്പണം. ഭഗവാന്റെ കയ്യിലുള്ള ചാട്ടവാറ് ഭക്തജനങ്ങൾ ഇവിടെ ഭഗവാന് സമർപ്പിക്കുക എന്നുള്ള വഴിപാട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ്. കാരണം നമ്മുടെ മനസ്സിലെ ശത്രുദോഷങ്ങളെല്ലാം അകറ്റി നമുക്കൊരു നല്ല ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു വഴിപാടാണ് ചാട്ട സമർപ്പണം. ഒരുപാട് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ ആ വഴിപാട് നേരുന്നു എന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഈ ക്ഷേത്രത്തിലെ ഫോൺ നമ്പർ പറഞ്ഞു തരാം. 0487-255-7699. പിന്നെ വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ 9447507599. വാട്സപ്പ് നമ്പർ ഞാൻ ഒന്നും കൂടി പറയാം. 9447507599.
താങ്ക് യു. ഹരേ കൃഷ്ണ. ഇദ്ദേഹമാണ് നമ്മുടെ ഇപ്പോഴത്തെ മാനേജർ. ഇത് നമ്മുടെ ഇവിടുത്തെ മേൽശാന്തി അദ്ദേഹമുണ്ട്, അരുൺ തിരുമേനി. അദ്ദേഹത്തെ കൊണ്ട് വിളിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മാനേജർ പറഞ്ഞു. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ പാർത്ഥസാരഥിയായിട്ടും ചെറിയൊരു ബന്ധമുണ്ട്. അതായത് പണ്ട് കാലത്ത് ശങ്കരാചാര്യർ അവിടെ ഗുരുവായൂരപ്പനെ കാണാൻ വന്നപ്പോൾ ശങ്കരാചാര്യർ ബോധമില്ലാണ്ട് വീണു എന്നൊക്കെ പറയണ അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ട്. ഡീറ്റെയിൽസ് ആയിട്ട് പ്രഭു പറഞ്ഞുതരും. ആ സമയത്ത് അവിടെ വീണ സമയത്ത് അവിടുത്തെ പൂജാരിമാരും നമ്പൂരിമാരും എല്ലാവരും കൂടി ശങ്കരാചാര്യരെ എല്ലാം കഴിഞ്ഞു എന്ന് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ ഭാഗത്തേക്ക് മാറ്റിക്കിടത്തി. ഇവിടുന്ന് ബോധം തെളിഞ്ഞപ്പോൾ വിശ്വരൂപ ദർശനം കൊടുത്തു. ശ്രീകൃഷ്ണ ഭഗവാൻ വിശ്വരൂപ ദർശനം കൊടുത്ത സ്ഥലമാണ് ഈ പാർത്ഥസാരഥി അമ്പലം നിൽക്കുന്ന സ്ഥലം. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇവിടെ ഈ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം പറയുന്നത്. പിന്നെ ഈ മഹത്കാര്യം പ്രഭു നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ഭാഗവതം തുടങ്ങുന്ന സമയത്ത് 5-6 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരായി. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും രാധികമാർക്കും സ്വസ്തിക മാതാജി, അതേപോലെ ഗുരുവായൂർ കൃഷ്ണാട്ടം കളിയിലെ പ്രശാന്ത്, മമ്മീരമ്പലത്തിലെ നന്ദു നമ്പൂതിരി, പിന്നെ അങ്ങനെ എനിക്കും പറ്റുന്ന രീതിയിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, പ്രഭുവിനെ സഹായിക്കാറുണ്ട്. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. നാമജപത്തിന്റെ ഏറ്റവും കൂടുതൽ നാമത്തിൽ വിശ്വാസമുള്ളൊരു തിരുമേനിയാണ്. നാമജപത്തിനെ പറ്റിയിട്ട് എനിക്ക് അങ്ങനെ പറയാമെന്നറിയില്ല. 5-6 വർഷം ഞാൻ നാമജപം തുടങ്ങിയത്, ഹരേകൃഷ്ണ മന്ത്രം ജപിച്ചു തുടങ്ങിയതിന് 5-6 വർഷം ആയിട്ടുള്ളൂ. വൃന്ദാവനത്തിൽ 5-6 വർഷം പോയി. ഇവിടെ സപ്താഹം ടീമിൻ്റെ കൂടെ ഇവിടെ ഒരു സപ്താഹം ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും. വൃന്ദാവനത്തിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അവിടെ പോയിട്ട് വേണം. ഉണ്ണിക്കണ്ണൻ ചെരുപ്പും ഒന്നുമില്ലാണ്ട് മുട്ടുകുത്തിയിട്ടും ഓടി നടന്ന സ്ഥലത്ത് ആ മണ്ണിൽ കാല് കുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ കാല് കുത്താൻ വയ്യ, നമസ്കരിച്ചുകൊണ്ട് വേണം അവിടെ നടക്കാൻ. അങ്ങനെയാണ് വേണ്ടത്. അത്രയും പ്രധാനമാണ് അവിടുത്തെ മണ്ണിന് പോലും. ഒരു മൺതരി എടുത്താൽ അതുപോലും ഒരു മൺതരി എടുത്തു കഴിഞ്ഞാൽ ഒന്ന് കറുപ്പും ഒന്ന് വെളുപ്പും ആവും. എന്നുവെച്ചാൽ രാധയും കൃഷ്ണനുമാണെന്നാണ് ആ കറുപ്പും വെളുപ്പും എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ ഈ വൃന്ദാവനത്തിനെ പറ്റി പറയാന്ന് പറഞ്ഞാൽ അത് എത്ര പറഞ്ഞാലും തീരില്ല, അത്രയും മഹത്വമാണ്. വൃന്ദാവനം കാണുന്നുണ്ടെങ്കിൽ രാധാദേവിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും വേണേ. അല്ലാണ്ട് കൃഷ്ണൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, രാധാദേവിക്ക് ഉള്ളതാണ് ആ വൃന്ദാവനം. പിന്നെ ഇപ്പം എന്താ പറയുക, എനിക്കിങ്ങനെ ഈ പ്രസംഗിക്കാനും പ്രഭാഷണം പറയാനൊന്നും അറിയില്ല. എൻ്റെ വായ തോന്നിയത് പറഞ്ഞു, അത്രയും. പിന്നെ ഇപ്പോൾ രാവിലത്തെ നേരം കൊണ്ട് അമ്പലത്തിലും കുറച്ച് തിരക്കുള്ള സമയങ്ങളാണ്, ഭക്തന്മാർ വരുന്നു. അപ്പോൾ എല്ലാവരും ഗുരുവായൂർ വരുന്നവരെല്ലാവരും പാർത്ഥസാരഥി ഭഗവാനെയും ഒന്ന് തൊഴണമെന്ന് പറയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയുള്ളത്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. കണ്ടില്ലേ എത്ര നിർമ്മല ഹൃദയവനാണ് പ്രഭു എന്ന് കണ്ടില്ലേ. നാമജപത്തിൽ ഒരുപാട് വിശ്വാസമാണ് പ്രഭു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ആ പൂജയുടെയൊക്കെ മഹത്വം, വൃന്ദാവനത്തിലെ മഹത്വം അദ്ദേഹം അതെല്ലാം ഷെയർ ചെയ്തു. ഇനി നമുക്ക് ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ഇവിടുത്തെ ഭാഗവത സപ്താഹശാലയിൽ വെച്ച് തന്നെ ആവാം. പാർത്ഥസാരഥിയുടെ സന്തോഷത്തിന് വേണ്ടി പാർത്ഥസാരഥി ലീലയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതും കൂടാതെ ഭഗവാനെക്കുറിച്ചൊക്കെ. ഇനി നമ്മുടെ ഒരാൾ വിശിഷ്ട വ്യക്തി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. അല്ല, പാർത്ഥസാരഥിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനില്ല. നമ്മുടെ ശ്രീകുട്ടേട്ടൻ ഇന്നലെ അദ്ദേഹം പറഞ്ഞു, പിന്നെ തിരുമേനി 2 വാക്ക് പറഞ്ഞു. ഇനി ഭാഗവതത്തിൻ്റെ ക്ലാസ്സിലേക്ക് അദ്ദേഹം കിടക്കട്ടെ. എന്തായാലും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അന്നേരം നമ്മളെല്ലാം കേട്ടു. ഇനി നമുക്ക് സപ്താഹശാലയിലേക്ക് പ്രവേശിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അന്നേരം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സന്ദർശിക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ആരംഭിക്കാം.
ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി. പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രത്തിലും സരസ്വതി മണ്ഡപമുണ്ട്. സരസ്വതി ദേവിയുടെ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെക്കുറിച്ച് പറയാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം ശ്രീമതി സരസ്വതി ദേവിയുടെ തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കാം. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി. ജയ ഗോപി ജനവല്ലഭ ജയോ ഗിരിവരധാരി. ജയോ ഗിരിവരധാരി. ജയോ യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന. ജയോ യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന. ജയോ യമുനാതീരവനചാരി. ജയോ കുഞ്ച ബിഹാരി. ജയോ യമുനാതീരവനചാരി. ജയോ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മൾ എടുക്കാൻ പോകുന്ന ശ്ലോകം ശ്രീമദ് ഭാഗവത്തിലെ 1-ാമത്തെ സ്കന്ധം 4-ാമത്തെ അധ്യായം 11-ാമത്തെ ശ്ലോകമാണ്. അതിമനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. നമന്തി യത്പാദനികേതമാത്മനാ ശിവായ ഹാനിയാ ധനാനി ശത്രവ കഥം സവീരശ്രിയം അംഗാദുഷ്ട്യയജം.
ഒരു കസേരയിൽ എടുത്ത് വെക്കും. ഇതിൽ കേൾക്കാനായിട്ട് പാർത്ഥസാരഥി വന്നു, എന്ത് ചെയ്യാനാ? ഇവിടെ വയ്ക്കും, ഇവിടെ വയ്ക്കും, ഇവിടെ വെച്ചു, ഇവിടെ വെച്ചു. കുറച്ച് ഉയർത്തി വെക്കാൻ പറ്റും. അങ്ങനെ വെച്ചു. കണ്ടില്ലേ ഭഗവാന്റെ ആ പടം കണ്ടില്ലേ, ചിത്രം കണ്ടില്ലേ? ഒരു കയ്യിൽ ചാട്ടയും ഒരു കയ്യിൽ ശംഖും കൂടെ ധരിച്ചിട്ട്. അടുത്തുനിന്ന് നിങ്ങളെ കാണിപ്പിക്കാം. അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ ചിത്രമാണ്. ഹരേ കൃഷ്ണ. കാണാമോ? ഇതാണ് ഭഗവാന്റെ ചിത്രം. പാർത്ഥസാരഥി വിഗ്രഹമാണ്. ഇതേ രൂപത്തിലാണ് ഭഗവാൻ അകത്ത് നിൽക്കുന്നത്. ഒരു കയ്യിൽ ചാട്ടയും പിടിച്ച് മറ്റു കയ്യിൽ ശംഖം പിടിച്ചുകൊണ്ട് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ പാർത്ഥസാരഥിയായിട്ട് നിൽക്കുകയാണ് ഇവിടെ. അന്നേരം ഇന്നത്തെ ഭാഗവതം നമുക്ക് ആരംഭിക്കാം. ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്ലോകം നമന്തി യത് പാദനികേതമാത്മനാ ശിവായ ഹാനീയ ധനാനി ശത്രവ കഥം സവീര ശ്രിയമംഗദുഷ്ട്യജം യുവൈ സതോ സൃഷ്ടമഹോ സഹാസുഭി. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. വലിയ ചക്രവർത്തിയായ പരീക്ഷിത് മഹാരാജാവ്, അദ്ദേഹം വലിയ ശത്രുക്കൾ പോലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കും. അവരുടെ എല്ലാവിധ സമ്പത്തും ഇദ്ദേഹത്തിൻ്റെ കാൽക്കൽ സമർപ്പിക്കും. അതുകൂടാതെ പൊതുവെ ചക്രവർത്തിമാർക്ക് രാജസൂയ യജ്ഞം അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരുടെ അധികാരം മുഴുവൻ ആ ഒരു ലോകത്തിലും പ്രചരിപ്പിക്കും. എന്നിട്ട് മറ്റ് രാജാക്കന്മാരെപ്പോഴും ഇദ്ദേഹത്തിന് ടാക്സ് അടയ്ക്കും. അതിനുവേണ്ടി ഇവരുടെ ബലം ഉപയോഗിക്കേണ്ടി വരും. കാരണം എല്ലാവരും അങ്ങനെ മറ്റൊരു ചക്രവർത്തിയുടെ കീഴിൽ നിൽക്കാൻ താല്പര്യപ്പെടാത്ത വ്യക്തികളാണ് പൊതുവെ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വൈഭവം കണ്ടിട്ട് ഇദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അത്രയ്ക്ക് ശക്തിയായിരുന്നു പരീക്ഷിത് മഹാരാജാവിന്. അതും കൂടാതെ യുവത്വം തുളുമ്പുന്ന ശരീരം, വളരെ ചെറുപ്രായമായിരുന്നു, എല്ലാവിധ ശക്തിയുമുണ്ട്. 5 പാണ്ഡവരുടെ അതേ 5 ശക്തികളും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. ധർമ്മിഷ്ഠതയുണ്ട്, ഭീമനെ പോലെ ആ ഒരു ബലമുണ്ട്, അർജുനെ പോലെ വില്ലാളി വീരനാണ്, എല്ലാവിധ ഇതുമുണ്ട്. അതും കൂടാതെ എന്താണ്, എല്ലാവിധ സമ്പദ് സമൃദ്ധിയുണ്ട്. ഇത്രയൊക്കെ സമ്പദ് സമൃദ്ധി എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും വെടിയാൻ തയ്യാറായിട്ട് നിന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ശൗനകാദി ഋഷികളുടെ ചോദ്യം സൂത ഗോസ്വാമിയടുത്ത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം ചോദ്യോത്തരങ്ങളാണ്. ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഓരോ ആചാര്യന്മാർ അവിടെ പറഞ്ഞു തുടങ്ങുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യമായിട്ട് ഈ ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചത് ഭഗവാൻ തന്നെ ബ്രഹ്മദേവന്റെ ഹൃദയത്തിലായിരുന്നു. അതിനുശേഷം എന്തായി? അതിനുശേഷം നാരദ മഹർഷി വ്യാസദേവന് ഉപദേശിക്കുകയാണ്. വ്യാസദേവൻ പിന്നെ ശുകദേവ് ഗോസ്വാമിക്കും, അങ്ങനെ പരമ്പര വഴി ശുകദേവ് ഗോസ്വാമി അത് പരീക്ഷിത് മഹാരാജാവിനും, പിന്നെ അത് സൂത ഗോസ്വാമി അവിടെ കേട്ടു. സൂത ഗോസ്വാമി ശൗനകാദി ഋഷികൾക്കും കൊടുത്തു. അങ്ങനെ പരമ്പര മുന്നോട്ട് വന്നാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് ലഭിച്ചത്. അന്നേരം പരമ്പരയിലൂടെ ശ്രീമദ് ഭാഗവതം ലഭിച്ചില്ല എങ്കിൽ അതിൻ്റെ പരമമായിട്ടുള്ള അർത്ഥമൊന്നും നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അന്നേരം ഇന്നത്തെ ഇതിൽ പറയുന്നത്, ഇത്രയും സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അതൊക്കെ പരീക്ഷിത് ഉപേക്ഷിക്കാൻ തയ്യാറായത് എന്നാണ് പറയുന്നത്. അന്നേരം പൊതുവേ സുഖ സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ ഭഗവാനെ ഓർക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അന്നേരം ബുദ്ധിമുട്ട് വരുന്ന സമയത്താണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഓർക്കേണ്ട ആവശ്യവുമില്ലല്ലോ. അതായത് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, എല്ലാം ഇത്രയൊക്കെ കഷ്ടപ്പാട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഭഗവാൻ കൊണ്ടുവന്നു, ഭഗവാന് കണ്ണില്ലേ, ചെവിയില്ലേ എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് കുന്തി ദേവി പറയും, ഒരുപാട് ഐശ്വര്യം വന്നു കഴിഞ്ഞാൽ, യുവത്വം തുളുമ്പുന്ന ആ ഒരു ശരീരം,
കാശ്, പ്രശസ്തി, കുടുംബ പാരമ്പര്യം, സൗന്ദര്യം, ഇതൊക്കെ നമുക്ക് ലഭിക്കുവാണെങ്കിൽ ഇതൊക്കെ ഭക്തിക്ക് ഒരു തടസ്സമാണെന്നാണ് പറയുന്നത്. അതെങ്ങനെ ഭക്തിക്ക് തടസ്സമാവുന്നത്? കാരണം ആ ഒരു ഐശ്വര്യത്തിൽ നമ്മൾ മതി മറന്നു പോകും. മതി മറന്നു പോയി ഇത് തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞ് ഭഗവാനെ മറന്ന് ജീവിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന്, കാശ് ഒരുപാട് വ്യക്തിയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് എന്താണ് ചെയ്യാൻ പറ്റാത്തത്? കാശ് കൊടുത്ത് എന്തും വാങ്ങാൻ പറ്റും എന്നുള്ളൊരു വിചാരം എത്തും. പിന്നെ ഭഗവാൻ അവിടെ സ്ഥാനമില്ല. ഭഗവാന് സ്ഥാനമുണ്ട്, പക്ഷെ എന്താണ്? ഭഗവാന് സ്ഥാനം കൊടുക്കാൻ തയ്യാറല്ല. ഈ കാശ് എവിടുന്നാ വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് നല്ല രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ്. ഒരിക്കൽ ഒരു കോൺട്രാക്ടർ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ ഇരിക്കുമായിരുന്നു. അന്നേരം ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് താഴെ ഒരു ഒരു UP കാരൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മുകളിൽ നിന്ന് വിളിച്ചു, ഓ ലേബർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, എന്തോ ഒരു പേരായിരുന്നു. അന്നേരത്തെ ബാബു എന്നോ എന്തോ ഒരു പേരായിരുന്നു. അന്നേരം അദ്ദേഹം ഇങ്ങനെ വിളിച്ചു. ഇദ്ദേഹം നോക്കാൻ തയ്യാറല്ല. എത്ര വിളിച്ചിട്ടും കേൾക്കുന്നില്ല. അവസാനം ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു ചെറിയ ഒരു 10 രൂപയുടെ നോട്ട് എടുത്തിട്ട് താഴോട്ടങ്ങ് ഇട്ട് നോക്കി. അവസാനം അതിങ്ങനെ കാറ്റിലിങ്ങനെ വീശി ഇങ്ങനെ പറന്ന് താഴെ വന്ന് എത്തി. ഈ 10 രൂപ വീണപ്പോഴെങ്കിലും മുകളിലോട്ട് നോക്കണ്ടേ? പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? 10 രൂപ എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് വീണ്ടും വർക്ക് തുടങ്ങി. അന്നേരം ഇദ്ദേഹം വിചാരിച്ചു, ഈ 10 രൂപ എവിടെ നിന്ന് വന്നെങ്കിലും ചിന്തിക്കണ്ടേ? മുകളിൽ നിന്ന് പറന്ന് വരുമല്ലേ, എവിടുന്നാണ് വീണത്? കാശ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടുന്നാണ് അത് കിട്ടിയതെങ്കിലും ചിന്തിക്കണ്ടേ? അത് ചിന്തിച്ചില്ല. ഉടൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ശരി, ഒരു കാര്യം ചെയ്യാം, കാശ് കുറഞ്ഞതുകൊണ്ടായിരിക്കാം, ഇനി 100 രൂപ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 100 രൂപ ഇട്ടു. 100 രൂപ ഇങ്ങനെ പറന്ന് ഇങ്ങനെ വന്നു. ഇതെന്ത് ചെയ്തു? ആ 100 രൂപ എടുത്തും പോക്കറ്റിൽ വെച്ചു. മോളിൽ നിന്നാണ് വന്നതെന്ന് ചിന്തിച്ചില്ല. മനസ്സിലാക്കിയിരിക്കണം. ഇദ്ദേഹം പറഞ്ഞ് അത്യാവശ്യ കാര്യമാണ് മുകളിൽ. എത്രയും പെട്ടെന്ന്, കാരണം ഇവ എന്തോ ചെയ്യുന്നത് തെറ്റാണ്. അത് കോൺട്രാക്ടറാണ് എപ്പോഴും ടെൻഷൻ അല്ലേ? പണി തീരാത്ത വീടുകളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ. അന്നേരം അതൊക്കെ ബാലൻസ് ചെയ്യണമെങ്കിൽ കറക്റ്റ് എല്ലാം മേൽനോട്ടം കറക്റ്റായിട്ടിരിക്കണം. അല്ലെങ്കിൽ പ്ലാൻ ഒന്നും, ആർക്കിടെക്ട് വിചാരിച്ച വീട് വേറൊന്നും, എഞ്ചിനീയർ വിചാരിക്കുന്ന വീട് വേറൊന്നും, ഓണർ വിചാരിച്ച വീട് വേറെ എന്തോ ആണ്. അവസാനം എങ്ങനെയെങ്കിലും വീട് റെഡിയായല്ലോ എന്ന സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. എല്ലായിടത്തും അങ്ങനെയല്ല, ഞാൻ പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. അന്നേരം ആ 100 രൂപ താഴെ വന്നിട്ടും അദ്ദേഹം മുകളിലോട്ട് നോക്കുന്നില്ല. അവസാനം ഇദ്ദേഹം എന്ത് ചെയ്ത്, ശരി 500 രൂപ ഇടാം, എന്തായാലും തിരിച്ചു പിടിക്കാമല്ലോ, ഞാനാ ഇട്ടെന്ന് പറയുമ്പോൾ തിരിച്ചു കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് 500 രൂപ ഇട്ടു. 500 രൂപ ഇട്ടപ്പോഴും എന്ത് ചെയ്തു? 500 രൂപ എടുത്ത് പോക്കറ്റ് ഇട്ടു. എന്തു കഷ്ടമാണെന്ന് നോക്കണേ. എവിടുന്നാ വരുന്നതെന്ന് ചിന്തിക്കുന്നില്ല. അവസാനം 1000 രൂപ ഇട്ട് നോക്കി, 2 500 നോട്ട് ഇങ്ങനെ വന്നു, 2000-ന്റെ നോട്ട് ഇട്ട് നോക്കി, എന്നിട്ടും ഒരു ലക്ഷ്യമില്ല. അവസാനം എന്ത് ചെയ്തെന്നറിയോ? മുകളിലൊരു ഇഷ്ടികയുണ്ട് അല്ലേ? കിട്ടാത്ത കുട്ടി കിട്ടുമ്പോഴേ പഠിക്കുമെന്ന് പറയുന്ന മാതിരി ആ ഇഷ്ടിക എടുത്ത് നടുവിന് നോക്കി ഒരെറി. അത് കൊണ്ടുടനെ അമ്മ ഇത് ആരാ ഇറച്ചെന്ന് പറഞ്ഞാൽ മുകളിലോട്ട്. അന്നേരം നമ്മുടെ പരിപാടി ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്. ഇതിലെന്താണ് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യം? ആ അധ്വാനിക്കാനുള്ള ശരീരം തന്നത് ഭഗവാനാണ്, ആ ഒരു മനസ്സ് തന്നത് ഭഗവാനാണ്, ആ ഒരു എനർജി തന്നത് ഭഗവാനാണ്, ആ ഒരു ഉത്സാഹം തന്നത് ഭഗവാനാണ്. നമ്മുടേതായിട്ട് എന്താണുള്ളത്? നമ്മുടേതായിട്ട് ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഈ ശരീരം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാൻ നമുക്ക് പറ്റും, പക്ഷെ പ്രവർത്തിക്കണമെങ്കിൽ പ്രവർത്തിപ്പിക്കേണ്ട ആള് തന്നെ വിചാരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പാർത്ഥസാരഥി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സാരഥി വേണം. പാർത്ഥന്റെ സാരഥി പാർത്ഥസാരഥി. നമ്മുടെ ജീവിതത്തിൽ ഒരു സാരഥി വേണം. കാരണം എന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ശാസ്ത്രത്തിൽ പറയുന്നത് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് രഥം മാതിരിയാണ്. ഒരു രഥമാണ് ഈ ശരീരം. ഈ രഥത്തിലെ ഓരോ ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. അതിലെ ആ ഒരു ആ ഒരു കയറാണ് മനസ്സെന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ ഓടിക്കുന്ന ആ സാരഥിയാണ് ആര്? ബുദ്ധി എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ പുറവിൽ ട്രാവൽ ചെയ്യുന്ന ആ ഒരു സഞ്ചരിക്കുന്ന വ്യക്തിയാണ് നമ്മൾ. അന്നേരം അകത്തിരിക്കുകയാണ് നമ്മൾ, ഈ ശരീരത്തിനകത്തിരിക്കുകയാണ് നമ്മൾ, ഈ രഥം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടി. പക്ഷെ ഈ രഥവുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. അന്നേരം നമ്മൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു രഥത്തിൻ്റെ ആ ഒരു ഞാണ് കറക്റ്റ് കൊടുക്കേണ്ട ആളിൽ തന്നെ കൊടുക്കണം. ആ കയർ, ആ
മനസ്സ് കൊടുക്കേണ്ട ആളിന് കിട്ടിക്കഴിഞ്ഞാൽ ആ രഥം ഓടിക്കേണ്ട ആൾ തന്നെ ഓടിക്കുകയാണെങ്കിൽ എല്ലാം ഭംഗിയായി. പക്ഷെ ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ഓടിക്കേണ്ട ആളല്ല ഓടിക്കുന്നത്, നമ്മുടെ മനസ്സ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സാരഥി ഇല്ല. സാരഥി ഇല്ലാത്തതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു വണ്ടി ബുക്ക് ചെയ്തു, ഊബർ കാർ ബുക്ക് ചെയ്ത്, ഇതിനു മുമ്പേ ഞാൻ ഒരിക്കൽ ഉദാഹരണം പറഞ്ഞതാണ്. ഊബർ കാർ ബുക്ക് ചെയ്തപ്പോൾ ഒരു ഡ്രൈവറെ നിങ്ങൾക്ക് കിട്ടി. ഡ്രൈവർ വന്നു, നിങ്ങൾ കാറിൽ കയറി ഇരുന്നു. കാറിൽ കയറി ഇരുന്നതിന് ശേഷം നിങ്ങൾ ഡ്രൈവറോട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് ഓട്ടിക്കുക അങ്ങോട്ട് ഓട്ടിക്കുക. ഡ്രൈവറിൻ്റെ ഇഷ്ടത്തിന് ഓട്ടിക്കുകയാണ്. നമുക്ക് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിലും, അദ്ദേഹം വേറെ എങ്ങോട്ട് ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും സ്ഥിതി? അതും കൂടാതെ ഇടയ്ക്കിടയ്ക്ക് കള്ളെടുത്ത് കുടിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അതെന്താണ് നമ്മുടെ അവസ്ഥ? ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് നമ്മൾ മിക്ക ആൾക്കാരും ഇപ്പോൾ ഇരിക്കുന്നത്. മനസ്സിനൊരു നിയന്ത്രണമില്ല, മനസ്സിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഡ്രൈവർ ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട്. നമ്മൾ ഇതെന്തോ ഓടിക്കുക, അറ്റ്ലീസ്റ്റ് ആ സ്റ്റിയറിംഗിലും പിടിക്കുക. ഇത് സ്റ്റിയറിംഗിൽ ഒരു പിടിയില്ല, ഏതോ. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിൽ വണ്ടി എങ്ങും തട്ടാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവസ്ഥ ഇതാണ്. കാരണം കാറുമായിട്ട് ഉപമിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. എന്നിട്ട് വണ്ടിയുടെ എല്ലാ എഞ്ചിനും പാർട്സുമാണ് നമ്മുടെ ഈ ഒരു ശരീരത്തിൻ്റെ ഓരോ പാർട്സും ഇന്ദ്രിയങ്ങളും ഒക്കെ. അന്നേരം ഈ മനസ്സ് ആണ് ഈ സ്റ്റിയറിംഗ്. അന്നേരം ആ മനസ്സ് നമുക്കുണ്ട്, പക്ഷെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാത്തതുകൊണ്ട് എന്താണ്? പൊതുവെ ഡ്രൈവിംഗ് പഠിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ സ്റ്റിയറിങ്ങിനെ, ഡ്രൈവറിൻ്റെ ജോലി വളരെ സിമ്പിളാണ്. എന്താണ്? ലെഫ്റ്റിലോട്ട് തിരിക്കുക, റൈറ്റിലോട്ട് തിരിക്കുക. പക്ഷെ ഈസി ആണോ? ഇല്ല. കൈ അവിടെ ഇല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി കാറ് ഇങ്ങോട്ട് തിരിയും അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയും. അന്നേരം ഇങ്ങോട്ട് തിരിയുമ്പോൾ ട്രാക്ക് ഇങ്ങോട്ട് വിടുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് പിടിക്കുക, ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് പിടിക്കുക. അന്നേരം കറക്റ്റായിട്ട് ബാലൻസ് തെറ്റുമ്പോൾ തിരിച്ചു കൊണ്ടുവരിക, ഇതാണ് ഉദ്ദേശം. പക്ഷേ അതൊന്നും ഇല്ലാതെ, ഒരു നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്നത്? അന്നേരം ശാസ്ത്രത്തിലൊക്കെ നിയന്ത്രണം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സുഖഭോഗങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയല്ല, യഥാർത്ഥ സുഖത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി എങ്ങനെയാണോ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതേപോലെ നമ്മുടെ ശരീരം ഉപയോഗിക്കാം നമ്മുടെ എല്ലാവിധ ഭൗതിക ലാഭത്തിന് വേണ്ടിയാണെങ്കിലും ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടിയാണെങ്കിലും നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചേ പറ്റും. മനസ്സിനെ നിയന്ത്രിക്കാത്ത വ്യക്തിക്ക് ഈ ലോകത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നുണ്ട്, ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഞാൻ മനസ്സാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഭഗവാനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഈസിയാണോ? അല്ല. ഭഗവാനെ കൊണ്ട് മാത്രമേ ഭഗവാനെ നിയന്ത്രിക്കാൻ പറ്റൂ. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കണം. എന്ത് ചെയ്യണം? നമ്മൾ ഇന്നലെ പഠിച്ചതുപോലെ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാം. ഹരേ കൃഷ്ണ മന്ത്രത്തിൻ്റെ ജപം. ആ പാർത്ഥസാരഥി, ഇത് പാർത്ഥസാരഥി തന്നെയാണ്, ഒരു സംശയമില്ല. ഭഗവാനും ഭഗവാന്റെ നാമവുമായിട്ട് വ്യത്യാസമില്ല. അന്നേരം നമ്മൾ എപ്പോഴാണോ ജപിക്കുന്നത്, അതേ പാർത്ഥസാരഥി നാമരൂപത്തിൽ നമ്മുടെ ചെവിയിലൂടെ കയറി നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കും. നമ്മുടെ ഹൃദയമാണ് സാരഥി ഇരിക്കുന്ന സ്ഥാനം. രഥത്തിൽ കണ്ടില്ലേ, കുതിരകൾ കാണും, ആ ഒരു രഥം കാണും, എന്നിട്ട് ആ സാരഥി ഇരിക്കുന്ന സ്ഥലം, അതുകൂടാതെ പുറവിൽ അതിൽ ട്രാവൽ ചെയ്യുന്ന സഞ്ചാരി ഇരിക്കുന്ന സ്ഥലം. അന്നേരം നമ്മുടെ സാരഥി ഇരിക്കേണ്ട സ്ഥലവും ഹൃദയം തന്നെയാണ്. പുറവിൽ സഞ്ചാരിയായിട്ടിരിക്കുന്നത് നമ്മളും അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അന്നേരം നാമജപത്തിലൂടെ ആ പാർത്ഥസാരഥി നമ്മുടെ ഹൃദയത്തിൽ വരികയാണെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അങ്ങോട്ട് ചാട്ട കിട്ടിക്കഴിഞ്ഞാൽ നല്ല പാഠം പഠിപ്പിക്കും നമ്മുടെ ഇന്ദ്രിയങ്ങളെ. ഇന്ദ്രിയങ്ങൾ ആരാണ്? കുതിരകളാണ്. ചിലപ്പോൾ ആവശ്യമില്ലാത്ത സ്ഥലത്തോട്ടൊക്കെ പോകും. അന്നേരം ചാട്ട വെച്ച് ഒരടി, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങോട്ടൊരടി, അത്രയേ ഉള്ളൂ. പിന്നെ ഭഗവാൻ പാർത്ഥസാരഥിയായിട്ടിരിക്കുമ്പോൾ കുതിരകളെ അടിക്കത്ത് പോലും ഇല്ല. കാരണം കുതിരകൾക്കൊക്കെ ഭഗവാനോട് എന്തൊരു സ്നേഹമാണെന്നറിയാം. അടിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അന്നേരം പിന്നെ ചാട്ട എന്തിനാണ്? ചുമ്മാ ഇങ്ങനെ വീശും, അത്രയേ ഉള്ളൂ. ഭഗവാന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും ഭയങ്കര സ്നേഹത്തിലാണ് ഭഗവാനോട്. അതുകൊണ്ട് ചാട്ടയുടെ ഒരു സൗണ്ട് കഴിയുമ്പോൾ കുതിരയ്ക്ക് മനസ്സിലാവും റോങ് ഡയറക്ഷനിൽ പോയി, ഇങ്ങോട്ട് തിരിയും, ഇങ്ങോട്ടൊരു സൗണ്ട് അടിക്കും, അന്നേരം ഉടനെ ലെഫ്റ്റ്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ലീലയാണ് പാർത്ഥസാരഥി ലീല എന്ന് പറയുന്നത്. അന്നേരം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വരാൻ പറ്റിയത്. അന്നേരം ആ ഒരു പാർത്ഥസാരഥ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലും ഒരു പാർത്ഥസാരഥിയായിട്ട്, നമ്മുടെ സാരഥിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരണം. അതിനെന്താ ചുമ്മാ പ്രാർത്ഥിച്ചാൽ മതിയോ? ജപിക്കണം. കാരണം ഭഗവാനെ പാർത്ഥസാരഥിയായിട്ട് ലഭിക്കാൻ വേണ്ടി അർജുൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. എന്തൊക്കെയാണ് കഷ്ടപ്പെട്ടിരുന്നത്? നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നോക്കണം. ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ സാധാരണ വ്യക്തിയല്ല അർജുൻ. നോക്കിക്കഴിഞ്ഞാൽ പാണ്ഡവർ
ഏത് ദേവനെയാണോ ആരാധിക്കുന്നത് ആ ദേവനിൽ നിന്ന് ആ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദേവനിൽ നിന്ന് മകനെ ലഭിക്കും എന്നൊരു അനുഗ്രഹം കുന്തിദേവിക്ക് ഉണ്ടായിരുന്നു. അന്നേരം അതൊക്കെ നമുക്കറിയാം മഹാഭാരതത്തിൽ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. അന്നേരം കുന്തിദേവി ആദ്യം ധർമ്മപുത്രനിൽ നിന്ന് ധർമ്മരാജനിൽ നിന്ന് യുധിഷ്ഠിരനിൽ ലഭിച്ചു, വായുദേവനിൽ നിന്ന് ഭീമനെ ലഭിച്ചു. അന്നേരം അടുത്തത് പാണ്ഡു പറഞ്ഞത് എന്താണ്? എനിക്ക് നല്ലൊരു ഭഗവത് ഭക്തൻ വേണം. അന്നേരം നേരത്തെ പറഞ്ഞവരൊന്നും ഭക്തരല്ലേ, ഭക്തരാണ്, പക്ഷെ ഭഗവാനുമായിട്ട് അതിഗാഠ ബന്ധമുള്ളൊരു ഭക്തൻ വേണമെന്ന് പറഞ്ഞു. നല്ല മൈത്രി ഭാവത്തിലുള്ള ഒരു ഭക്തൻ വേണമെന്ന് പറഞ്ഞു. അന്നേരം ഭഗവാനുമായിട്ട് മൈത്രി ഭാവം ഉള്ളത് ആരാണ്? ഇന്ദ്രനാണ്. അന്നേരം ഭഗവാനെ പറയുന്നത് തന്നെ ഇന്ദ്രന്റെ ശത്രു ഭഗവാന്റെ ശത്രു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, അത്രയ്ക്ക് ഇന്ദ്രനുമായിട്ട് ക്ലോസ് ആണ്. അന്നേരത്തേക്ക് പറഞ്ഞു ഇന്ദ്രനെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ദ്രനെ പോലെ ആയി പോരുത്. ഇന്ദ്രന്റെ പ്രശ്നം എന്താണ്? നല്ല ഭക്തനാണ്, പക്ഷെ പരിശുദ്ധ ഭക്തനല്ല. ദേവന്മാരിൽ വെച്ച് നല്ല ഭക്തനാണ്. പരിശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊരു അന്യാഭിലാഷങ്ങളൊന്നുമില്ല. പരിശുദ്ധ ഭക്തൻ, അതായത് ഇന്ദ്രന്റെ അടുത്ത ലെവൽ, ഇന്ദ്രനെ വെല്ലുന്ന ആള്, അതാണ് വേണ്ടുന്നതെന്ന് പറഞ്ഞു. അന്നേരം അങ്ങനെ വേണമെങ്കിൽ ചുമ്മാ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? 1 വർഷം വരെ കുന്തി ദേവിയും പാണ്ഡുവും തപസ് ചെയ്തു. ആദ്യത്തെ 2 പേരെ കിട്ടാൻ വേണ്ടി മന്ത്രം ഉപയോഗിച്ചു, ധ്യാനിച്ചു. പക്ഷെ അർജുനെ മകനായിട്ട് ലഭിക്കാൻ വേണ്ടി 1 വർഷം തപസ് ചെയ്തു. അതും ഇങ്ങനെ കഠിന തപസ്, ആഹാരമൊന്നും ഇല്ലാതെ, ഇല മാത്രം ഭക്ഷിച്ച് വായു മാത്രം ഭക്ഷിച്ച് ജീവിച്ചു അവർ 1 വർഷം. അതിന്റെ ഫലമായിട്ട് ഇന്ദ്രനെ പൂജിച്ചപ്പോഴാണ് എന്ത് ലഭിക്കുന്നത്? സാക്ഷാൽ പാർത്ഥൻ ലഭിക്കുന്നത്. ജനനം തന്നെ അത്യപൂർവമാണ് പാർത്ഥന്റെ, മനസ്സിലായിരിക്കണം. എന്നിട്ട് കുട്ടിക്കാലത്ത് തന്നെ നമുക്കറിയാം, ആ ഒരു കുട്ടിക്കാലത്ത് ദ്രോണാചാര്യർ കിട്ടുന്നത് പാർത്ഥന്റെ ഇതുകൊണ്ടാണ്. കാരണം കുട്ടികളെല്ലാം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പന്ത്, അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന പന്ത് കിണറ്റിൽ വീഴുകയാണ്. കിണറ്റിൽ വീഴുന്ന സമയത്ത് എല്ലാ കുട്ടികളും വിഷമിച്ചിരുന്നു, പന്ത് കിട്ടുന്നില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നു. ആ പാർത്ഥനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഒരു ദർഭ വന്നിട്ട് അതിൽ കുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദർഭ വന്ന് അതിൽ കുത്തി, ദർഭയുടെ മുകളിൽ അടുത്ത ദർഭ വന്ന് കുത്തി. അതിനുശേഷം അടുത്ത ദർഭ വന്ന് രണ്ടാമത്തെ ദർഭയിൽ കുത്തി. അങ്ങനെ ദർഭ വെച്ച് കുത്തി ആ ദർഭയിൽ നിന്ന് ആ ദർഭയെ പിടിച്ച് പന്ത് പുറത്തിറക്കി. ആരാണിത്? ദ്രോണാചാര്യർ. അന്നേരം കുട്ടികൾക്ക് പന്ത് കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷം അവർ പോയി. പക്ഷെ പാർത്ഥന്റെ നോട്ടം അതിലായി. എങ്ങനെ ഇത് അദ്ദേഹം ചെയ്തു? അതും ഇതിനെ നോക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. എവിടെയോ ഇരുന്ന ആള് ദർഭ എറിഞ്ഞ് കറക്റ്റായിട്ട് ആ പന്തിൽ വന്ന് കുത്തി, അടുത്ത ദർഭ എടുത്ത് അടുത്ത ദർഭയിൽ കുത്തി, അങ്ങനെ ദർഭ കുത്തി ആ പന്തിനെ പുറത്തെടുക്കുകയാണ്. അന്നേരം കുട്ടികളെല്ലാം അതിൽ അത്ഭുതപ്പെട്ടിരുന്നു. പക്ഷെ പാർത്ഥൻ എന്താണ് ചെയ്തത്? ഇതെങ്ങനെ ചെയ്തു എന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് കുട്ടികളെല്ലാം അത് മറന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഭീഷ്മരുടെ അടുത്ത് വന്നിട്ട് ഭീഷ്മരുടെ മടിയിൽ ഇരുന്നുകൊണ്ട് പാർത്ഥൻ പറയുകയാണ്, പിതാമഹ, ഇന്ന് വലിയൊരു അത്ഭുതം നടന്നു. ഇങ്ങനൊരു സംഭവം. എന്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്? പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നമ്മൾ ഇരിക്കുന്നതുകൊണ്ട് പാർത്ഥസാരഥിക്ക് പാർത്ഥനെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടമാണ്. കാരണം അത്രയ്ക്ക് ആത്മമിത്രമാണ് പാർത്ഥൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ആ ഒരു പാർത്ഥന്റെ മഹിമ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഭഗവത്ഗീത നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്ത് ക്വാളിറ്റീസ് വേണമെന്ന്. നമ്മൾ ഭഗവത്ഗീത വായിക്കുന്നു, പക്ഷെ അർജുൻ്റെ കുറച്ചെങ്കിലും ക്വാളിറ്റീസ് നമ്മുടെ ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഭഗവത്ഗീത എന്താണ്. കാരണം ഭഗവാൻ പറയുന്നു, ഇത് ഏറ്റവും വലിയ രഹസ്യമാണ്. ഈ രഹസ്യം നിനക്ക് വേണ്ടി മാത്രമാണ് അർജുന ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു. അന്നേരം ബാക്കി എല്ലാവരും കേൾക്കുന്നില്ല. പിന്നെ ഇതെങ്ങനെ രഹസ്യമാവുന്നത്? ഭഗവാന്റെ രഹസ്യം അങ്ങനെയാണ്. പരസ്യമായിട്ട് പറഞ്ഞാലും അദ്ദേഹം ആരും മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നോ അവർക്ക് മാത്രമേ മനസ്സിലാവൂ. കേട്ടാലും മനസ്സിലാവത്തില്ല. ഇതിൽ പുറം ഡേഞ്ചറായിട്ട് ആരെങ്കിലും ഉണ്ടോ? പരസ്യമായിട്ട് രഹസ്യം പറയും, പക്ഷെ എന്നിട്ടും അദ്ദേഹം പാസ്വേഡ് കൊടുത്ത ആൾക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റൂ. അതാണ് ഭഗവത്ഗീതയും. എല്ലാവർക്കും 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളും അറിയാം, പക്ഷെ പാസ്വേഡ് എല്ലാവർക്കും കിട്ടത്തില്ല. പാസ്വേഡ് കൊടുക്കണമെങ്കിൽ എന്താണ്? ഭക്ത്യാമാമ ബിജാനാതി. ഭക്തർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടെങ്കിൽ മാത്രമേ ഭഗവത്ഗീത മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ 700 ശ്ലോകങ്ങളും കാണാപ്പാഠം പഠിക്കാൻ പറ്റും. ആ ശ്ലോകങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അനുഗ്രഹം ലഭിക്കും. പക്ഷെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നത് എന്താണ്? പാസ്വേഡ് കിട്ടിയിരിക്കണം. എങ്ങനെയാണ് ഓരോ ശ്ലോകം അൺലോക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഒരു ശ്ലോകം അൺലോക്ക് ചെയ്താൽ മതി, നമ്മുടെ ജീവിതം ധന്യമായി.
അതാണ് നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ലഭിക്കുന്ന ശ്രീല പ്രഭുപാദ്ജിയുടെ ഭഗവത്ഗീത. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അത് അൺലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ ഭഗവത്ഗീത യഥാരൂപം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ നിന്ന് എടുക്കാം. ഏതാളായാലും യോഗ്യത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരെങ്കിലും ആ ഭഗവത്ഗീത ഒരിക്കൽ വായിച്ചാൽ മതി, അവരുടെ ജീവിതം ആകെ മാറ്റിമറിയും. എന്തിനു വേണ്ടി? ജീവിതമൊക്കെ കുളവാവുന്നതാണോ? എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇന്നേപോലെ ആവുന്നതാണോ? അതല്ല, ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ലഭിക്കും, എല്ലാവിധ മേൽഗതിയും ഉണ്ടാവും. നമ്മൾ എന്താണോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ തേടി വരും. ആ ഭഗവത്ഗീത ഒരിക്കൽ വായിച്ചാൽ മതി. അന്നേരം ആ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ആ പ്രാർത്ഥനയുടെ ഒരു ക്വാളിറ്റിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അന്നേരം അവിടെ ആ ഒരു സമയത്ത് പാർത്ഥൻ ഇങ്ങനെ ഭീഷ്മ പിതാമഹനോട് പറഞ്ഞു, നമുക്ക് ഇന്ന് വലിയൊരു അത്ഭുതം നടന്നു പിതാമഹ എന്ന് പറഞ്ഞു. അവർ എന്താണ് മോനെ എന്ന് പറഞ്ഞു. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതേ പിതാമഹനാണ് അമ്പ ചെയ്ത് വീഴ്ത്തുന്നത്. കാരണം പാർത്ഥൻ അത്രയ്ക്ക് സ്നേഹമായിരുന്നു. പക്ഷെ എന്താണ് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യം നോക്കണേ, ഏത് മടിയിലിരുന്നോ അതേ ആളെ തന്നെയാണ് വീഴ്ത്തേണ്ടി വരുന്നത്. അതാണ് അർജുനന് തയ്യാറല്ല ഈ ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടി. പക്ഷെ ഭഗവാൻ പറഞ്ഞു, ധർമ്മത്തിന് വിരുദ്ധമായിട്ട് ആര് നിന്നാലും അവർ നമ്മുടെ ശത്രു തന്നെയാണെന്നാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. എത്ര വലിയ ബന്ധുവാണെങ്കിലും ധർമ്മത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതെന്താണ്? ഭഗവാന് വിരുദ്ധം നിൽക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം ആരായാലും, സ്വന്തം ബന്ധുവായാലും ശരി, ആരായാലും ശരി, അവർക്കെതിരെ നമ്മൾ നിൽക്കണം. കാരണം നമ്മുടെ യഥാർത്ഥ ബന്ധു ആരാണ്? ഭഗവാനാണ്. ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്നാണ് നമ്മൾ അവിടെ പഠിപ്പിക്കുന്നത്. അന്നേരം ആ പിതാമഹനോട് പറയുവാണ്, പിതാമഹ ഇന്ന് വലിയൊരു അത്ഭുതം നടന്നു, അതിങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു. അന്നേരം തന്നെ ഭീഷ്മ പിതാവിനും വിചാരിച്ചു, ഇത് സാധാരണ വ്യക്തിക്ക് പറ്റത്തില്ല, തീർച്ചയായിട്ടും ഇദ്ദേഹം മഹത് വ്യക്തിയാണ്, അദ്ദേഹത്തെ ഉടൻ തന്നെ കണ്ടുപിടിക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുരുവായിട്ട് അദ്ദേഹം വർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് ആ ഒരു ദ്രോണാചാര്യരെ. അന്നേരം ആ ദ്രോണാചാര്യ ഗുരുവായിട്ട് വരുന്നതേ അർജുൻ കാരണമാണ്, ഒന്ന് മനസ്സിലാക്കണം. അന്നേരം നമ്മുടെ ജീവിതത്തിൽ പല പല സംഭവങ്ങളൊക്കെ നടക്കും, പക്ഷേ അതൊക്കെ നമ്മൾ കണ്ടു മറക്കും. കാരണം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആഹാരം, നിദ്ര, ഉറക്കം, ഇതൊക്കെ നിദ്ര, മൈഥുനം, സ്വയം രക്ഷ, ഇതിൽ മാത്രം ഒതുങ്ങി ഇരുന്നു കഴിഞ്ഞാൽ ഉയർന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും ഗ്രഹിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കൺമുന്നിൽ പല പല അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്, നമ്മുടെ കൺമുന്നിൽ പല പല അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ കണ്ണുണ്ടായ പോരാ, കാണാൻ പഠിക്കണം. നമുക്ക് കാണാൻ അറിഞ്ഞൂടാ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അർജുനന്റെ നോട്ടം കണ്ടില്ലേ, എല്ലാവരും കണ്ടു, കൗരവരും പാണ്ഡവരും ഉൾപ്പെടെ എല്ലാ കാഴ്ച കണ്ടു, ആ കളിയിൽ മഗ്നരായിട്ടിരുന്നു. നമ്മളും ജീവിതമാകുന്ന കളിയിൽ മഗ്നരായി പോകരുത്. ഒരു ദിവസം ഈ കളിയൊക്കെ തീരും, കളി കാര്യമാവുന്നൊരു സമയമുണ്ട്. അന്നേരം അർജുൻ അങ്ങനെയാണ്, കളിച്ചുകൊണ്ടിരുന്നാലും കളിയിലല്ല ഇരിക്കുന്നത്. ജീവിതത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം, കളിച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ആഹാരവും കഴിച്ചു ഉറങ്ങിയും മൈഥുനം ചെയ്തും സ്വയം രക്ഷയും ചെയ്ത് ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഉയർന്ന സാക്ഷാത്കാരത്തിന് വേണ്ടി അതതോ ബ്രഹ്മ ജിജ്ഞാസ, ബ്രഹ്മത്തെ അറിയാൻ നമ്മൾ ആഗ്രഹിക്കണം. ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കണം, പരമാത്മാവ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം, ഭഗവാൻ എന്താണെന്ന് ആ സാക്ഷാത്കാരം നമുക്ക് ലഭിക്കണം. അല്ലാതെ മൃഗത്തെ പോലെ ജനിച്ച് ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഈ മനുഷ്യ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവാണ്. മൃഗങ്ങൾ എന്ന് പറയുന്നത് മൃഗ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവാണ്. അന്നേരം ഈ ഒരു മനുഷ്യ ശരീരത്തിൽ മാത്രമേ മോക്ഷത്തിന്റെ ആ ഒരു ഉയർന്ന പദവിയിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. അന്നേരം ഇത്രയും ദുർലഭമായിട്ടുള്ള ആ ഒരു മനുഷ്യ ജന്മം നമുക്ക് ലഭിച്ചിട്ടും അത് നമ്മൾ മോക്ഷത്തിന് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മനുഷ്യരായിട്ട് പിറന്നത് എന്നാണ് പൂന്താനം നമ്പൂതിരിപ്പാട് പോലും ചോദിക്കുന്നത് ജ്ഞാനപ്പാനയിൽ. അത് മനസ്സിലാക്കിയിരിക്കണം. നമ്മളെപ്പോഴും സുഖഭോഗത്തിൽ ഇങ്ങനെ മഗ്നരായിട്ടിരിക്കുകയാണ്. നേരത്തെ ആ പറഞ്ഞ കോൺട്രാക്ടറും ജോലിക്കാരനെ പോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്ടിക നമ്മുടെ ജീവിതത്തിൽ നടുവിന് നോക്കി വീഴുമ്പോഴാണ് നമ്മൾ മുകളിലോട്ട് നോക്കുന്നത്, ഭഗവാൻ ഇത് എവിടുന്നാണ് വീണതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇത് മനസ്സിലാക്കി സംസാരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ എപ്പോഴും മുകളിലോട്ട് നോക്കുമോ? അതുമില്ല, വീണ്ടും ഇതേപോലെ വീണ്ടും ഇഷ്ടിക വീഴണം, ഇഷ്ടിക വീഴും മുകളിലോട്ട് പോകും, വീണ്ടും താഴോട്ട് തന്നെ നോക്കിയോ. അതായത് ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികൾ കേട്ട് മനസ്സിലാക്കും, അതീന്നും ബുദ്ധി കുറഞ്ഞവർ കണ്ട് മനസ്സിലാക്കും, അതീന്നും ബുദ്ധി കുറഞ്ഞവർ എന്താണ് അനുഭവത്തിലൂടെ മനസ്സിലാക്കും, അതീന്നും ബുദ്ധി കുറഞ്ഞവർ അനുഭവത്തിലൂടെയും പഠിക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഏത് കാറ്റഗറിയിൽ വരണോ. നമ്മൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ഭഗവാനിൽ നിന്നും ഭക്തരിൽ നിന്നും ശാസ്ത്രമനുസരിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ ആചരിച്ച് മാറ്റം വരുത്തണം.
കേട്ടിട്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ കണ്ടെങ്കിലും പഠിക്കണം. മറ്റൊരാളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇത് മനസ്സിലാക്കിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. എന്നിട്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ സ്വന്തം അനുഭവത്തിൽ നിന്നെങ്കിലും പഠിക്കണം. ഇത്രയും കാലം ഞാൻ ചെയ്തിട്ട് എന്താണ്? കഴിച്ചു, കുറേ ടൺ കണക്കിന് കഴിച്ചു അല്ലേ? ടൺ കണക്കിനാണ് ആഹാരം കഴിച്ചത്, ടൺ കണക്കിന് മാംസഭക്ഷണമൊക്കെ കഴിച്ചു. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം എനിക്കുണ്ടായി? എത്രയോ വർഷങ്ങൾ നമ്മൾ ഉറങ്ങി തീർത്തു. പറയുന്നത് 24 മണിക്കൂറിൽ നിന്ന് ഒരു 7-8 മണിക്കൂർ നമ്മൾ ഉറങ്ങുകയാണെങ്കിലും ഒരു ശരാശരി ഒരു 100 വർഷം വരെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പകുതി നമ്മൾ ഉറങ്ങി തീർക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് 100 വർഷം വരെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതിലെ പകുതി 50 വർഷം നമ്മൾ ഉറങ്ങി തീർക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കണേ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രി നമ്മൾ കിടക്കും, പലതും ചെയ്യുന്നുണ്ടെങ്കിലും സൂര്യാസ്തമയത്തിന് ശേഷം നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ടിവിയും കണ്ടുകൊണ്ടിരിക്കും, ടൈം പാസ് ചെയ്തുകൊണ്ടിരിക്കും, വാച്ച് പഠിച്ചുകൊണ്ടിരിക്കും, വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കും, യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കും. ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഒരു പ്രയോജനമില്ല. പൊതുവെ പ്രൊഡക്ടിവിറ്റി 0 ആണ്. നമുക്കും പ്രയോജനമില്ല, സമൂഹത്തിനും ഒരു പ്രയോജനം ഇല്ലാത്ത സമയമാണ് സൂര്യാസ്തമയത്തിന് ശേഷമുള്ള സമയം. അത് പിന്നെ ബാക്കിയുള്ള സമയം എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഉറങ്ങി തീർക്കുകയാണ്. എന്നിട്ട് പകുതി ആയുസ്, ഒരു ദിവസത്തിന്റെ പകുതി ദിവസം എങ്ങനെയാണോ ഉറങ്ങി തീർക്കുന്നത് അല്ലെങ്കിൽ വേസ്റ്റാക്കി കളയുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ആയുസിന്റെ പകുതി ആയുസ് നമ്മൾ ഉറങ്ങി തീർക്കുകയാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കുറച്ച് സമയമേ ഉള്ളൂ. അതെന്താണ് നമ്മൾ ചെയ്യുന്നത്? അതിലും പല പല കാര്യത്തിനും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മനുഷ്യജന്മം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അന്നേരം ആ ഒരു പാർത്ഥൻ അത് മനസ്സിലാക്കി ദ്രോണാചാര്യർ ലഭിച്ചു. ദ്രോണാചാര്യർ ലഭിച്ചതിന് ശേഷം എന്ത് ചെയ്തു പാർത്ഥൻ? നമുക്കെല്ലാവർക്കും അറിയാം, പല പല അത്ഭുത കാര്യങ്ങൾ നടന്നു. പക്ഷിയെ കാണിച്ചു. എന്നിട്ട് എല്ലാവരോടും ചോദിച്ചു എന്താണ് കാണാൻ പറ്റുന്നത്? പാർത്ഥൻ പറഞ്ഞു, എനിക്ക് ആ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണാൻ പറ്റൂ. ബാക്കി എല്ലാവരും എല്ലാം കാണുന്നുണ്ട്, അർജുനും എല്ലാം കാണുന്നുണ്ട്. പക്ഷെ മനസ്സിൽ ആ ഒരു ലക്ഷ്യസ്ഥാനം മാത്രമാണുള്ളത്. അന്നേരം നമ്മുടെ ലക്ഷ്യസ്ഥാനവും നമ്മൾ ഫിക്സ് ചെയ്യണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അർജുനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതിലെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മഹാദേവനുമായിട്ടുള്ള ആ ഒരു യുദ്ധം, അതിമനോഹരമായിട്ടുള്ള ആ ഒരു യുദ്ധമുണ്ട്. അതൊക്കെ നമ്മൾ മഹാഭാരതത്തിൽ ചർച്ച ചെയ്യാം. അതിനുശേഷം ദേവലോകത്ത് പോകും പാർത്ഥൻ. ആ ദേവലോകത്ത് പോകുന്ന സമയത്ത് അവിടെയും അത്ഭുതകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കഴിയും. പിന്നെ അതിനു മുമ്പായിട്ട് ദ്രൗപദി ദേവിയുടെ സ്വയംവരം അതിമനോഹരമാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പാർത്ഥൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഭഗവാൻ കൃഷ്ണൻ അവിടെ വന്നിട്ട് പറയും, പാർത്ഥ നല്ലതുപോലെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം, ശ്വാസം എടുക്കരുത് അമ്പ് ചെയ്യുന്ന സമയത്ത്. ഭഗവാൻ പറയുവാണ്, ഫുൾ ഗൈഡൻസ്. അതായത് ഭഗവാൻ എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് അർജുൻ എന്ന് നോക്കണം, നമുക്ക് മനസ്സിലാക്കണം. ഭഗവാൻ പാർത്ഥന്റെ അടുത്ത് വന്നിട്ട് പറയുവാണ്, പാർത്ഥ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, വളരെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം, ശ്വാസം എടുക്കരുത്, ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ലക്ഷ്യം മിക്സ് ആവും. ഇങ്ങനെ ഒരാൾ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ എന്താണ് വേണ്ടത്? ശ്വാസം എങ്ങനെ എടുക്കണമെന്ന് വരെ പറഞ്ഞു തരികയാണ്. ഒന്ന് ആലോചിച്ചു വേണം. അങ്ങനെ എല്ലാം ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു പ്രതിബിംബത്തിൽ നോക്കി നിൽക്കണം, കറക്റ്റ് മത്സ്യത്തിന്റെ കണ്ണ് തന്നെ പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ പാർത്ഥൻ, അവർ തമ്മിൽ ഭയങ്കര സൗഹൃദമുണ്ട്. തമാശയ്ക്ക് പാർത്ഥൻ ചോദിച്ചു, പാർത്ഥ ഭഗവാനെ കേശവ എല്ലാം ഞാൻ തന്നെ ചെയ്യണമെങ്കിൽ പിന്നെ അങ്ങെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അന്നേരം കേശവൻ ചിരിച്ചിട്ട് പറഞ്ഞു, പാർത്ഥ നീ ലക്ഷ്യസ്ഥാനത്തിൽ അമ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ വെള്ളം ചലിക്കാതിരിക്കാൻ നോക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ വെള്ളം ചലിക്കുകയാണ്, കാറ്റ് വന്ന് വെള്ളം ചലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ? കാരണം ടൈമുണ്ട്. ഈ ടൈമിനുള്ളിലാണ് അമ്പ് അയക്കേണ്ടത്. അന്നേരം ആ ടൈമിൽ വലിയ കാറ്റവും കൊടുങ്കാറ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താവും? വെള്ളം ചലിച്ച് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്നൊരു ലക്ഷ്യം കാണാൻ പറ്റത്തില്ല. ഇതേപോലെയാണ് നമ്മൾ വിചാരിക്കും എല്ലാം നമ്മളാ ചെയ്യുന്നതെന്ന്. പക്ഷെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണമെങ്കിൽ ഭഗവാനും വേണം. അതാണ് പാർത്ഥസാരഥി കോമ്പിനേഷൻ. അമേസിങ് കോമ്പിനേഷനാണ്. ഇങ്ങനൊരു കോമ്പിനേഷൻ ഈ ലോകത്തിലെങ്ങുമില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീത തുടങ്ങുന്നത് എങ്ങനെയാണ്? ധൃതരാഷ്ട്ര വാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. ധൃതരാഷ്ട്രം ചോദിക്കുകയാണ് എന്താണ് അവിടെ നടക്കുന്നത്. അന്നേരം ലാസ്റ്റ് ശ്ലോകത്തിലാണ് സഞ്ജയൻ പറഞ്ഞത്, അവിടെ എന്ത് നടക്കാനാണ്? ഇതേ നടക്കുന്നുള്ളൂ. എന്താണ്? എത്ര യോഗേശ്വരോ കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര. എവിടെ വില്ലാളി വീരനായിട്ടുള്ള അർജുൻ ഉണ്ടോ, എവിടെ പാർത്ഥസാരഥി ഉണ്ടോ, അവിടെ എന്താ നടക്കാൻ പോകുന്നത്? അവിടെ തന്നെയായിരിക്കും വിജയം, അവിടെ തന്നെയായിരിക്കും എല്ലാവിധ ഐശ്വര്യവും, അവിടെ തന്നെയായിരിക്കും എല്ലാവിധ ശക്തിയും എല്ലാവിധ വൈഭവവും. അതുകൊണ്ട് ധൃതരാഷ്ട്ര അങ്ങ് ടെൻഷൻ അടിക്കാതിരിക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളെല്ലാം മരിക്കാൻ പോകുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും തോൽക്കാൻ പോവുകയാണ്. സന്തോഷമായിട്ടിരുന്നോളൂ.
ധൃതരാഷ്ട്രയുടെ ആദ്യത്തെ ടെൻഷൻ എന്താണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു ഒരു സംശയവും വേണ്ട, ഇവർ തന്നെയാണ് ജയിക്കാൻ പോകുന്നത്, എല്ലാവരും മരിക്കപ്പെടുമെന്ന് പറഞ്ഞു. കാരണം പാർത്ഥസാരഥിയാണ് നിൽക്കുന്നത് ചാട്ടയും പിടിച്ചുകൊണ്ട്. അദ്ദേഹം നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പാർത്ഥനെ ജയിപ്പിച്ചിടണം. എല്ലാ ദിവസവും ദുര്യോധൻ മോട്ടിവേഷണൽ ടോക്ക് ഭീഷ്മർക്കും ദ്രോണാചാര്യർക്കും കൊടുക്കും. നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും, യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ ടോക്ക്, മോട്ടിവേഷണൽ ടോക്ക് കൊടുക്കും. അന്നേരത്തേക്ക് അവർ പറയും എത്ര മോട്ടിവേഷണൽ ടോക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ആ മുന്നിൽ നിൽക്കുന്ന ആള് നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ലാസ്റ്റ് മിനിറ്റിൽ ആ പ്ലാൻ എല്ലാം ഇദ്ദേഹം തെറ്റിക്കുന്നുണ്ട്. പ്ലാൻ തുടങ്ങുന്നതിന് മുമ്പേ തെറ്റിച്ചാൽ പിന്നെ ഒരു സമാധാനമുണ്ട്. ഇത് കഷ്ടപ്പെട്ട് എല്ലാം പ്ലാൻ ചെയ്ത് ലാസ്റ്റ് മൂമെന്റിലായിരിക്കും ഇവർ ജയിച്ചു എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും തോക്കുന്നത്. എന്ത് പറയാനാണ് പാർത്ഥസാരഥിയെ കുറിച്ച്, വാക്കുകളില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ഭഗവാന്റെ ആ ഒരു വൈഭവം, അങ്ങനെ അത് ദ്രൗപദിയെ ജയിച്ചതിന് ശേഷം തിരിച്ചു വന്നു. അതൊക്കെ നമുക്കറിയാം, 5 ഭർത്താക്കന്മാർ, അതൊക്കെ ലീലയുടെ ഭാഗമായിട്ടാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച് രാജ്യത്തിലെത്തുകയാണ്. പിന്നെ ഇത് വിഭജിക്കപ്പെടും, ഇന്ദ്രപ്രസ്ഥം വരും. ആ ഇന്ദ്രപ്രസ്ഥത്തിനെ കുറിച്ച് വലിയ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് പാർത്ഥസാരഥിയുടെ. അവിടെയും നമുക്ക് കാണാൻ പറ്റും. അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാണ്ഡവനം, ഒന്നിനും കൊള്ളാത്ത ഖാണ്ഡവനമാണ് അവർക്ക് കൊടുത്തത്. പക്ഷെ എന്നിട്ടും എന്താണ്, പാർത്ഥസാരഥി ഉണ്ട് അവിടെ. ഖാണ്ഡവനം കണ്ടപ്പോൾ പാണ്ഡവര് വിഷമിച്ചു. ഒന്നിനും കൊള്ളാത്ത ഖാണ്ഡവനമാണ് നമുക്ക് നൽകിയത്. പാർത്ഥസാരഥി ഉണ്ടെങ്കിൽ എന്താണ്, ആ ഖാണ്ഡവനവും ഇന്ദ്രപ്രസ്ഥമായി, സ്വർഗത്ത് തുല്യമായി. അന്നേരം ഭഗവാൻ അവിടെ എത്തി. എന്നിട്ട് അർജുനോട് പറഞ്ഞു നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അന്നേരം രഥം എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ഖാണ്ഡവനം നല്ലപോലെ നോക്കിയതിന് ശേഷം അർജുനോട് പറഞ്ഞു. അതേ സമയത്ത് അവിടെ ഇരിക്കുന്ന സമയത്താണ് അഗ്നി വരുന്നത്. അഗ്നി വന്നിട്ട് പറയുകയാണ് ഭയങ്കര ദഹനക്കേടെന്ന് പറഞ്ഞു. അന്നേരം എന്താണ് ദഹനക്കേടിന്റെ പ്രശ്നം? അതായത് എവിടെയോ യജ്ഞം ചെയ്തപ്പോൾ ഒരുപാട് നെയ്യ് ഉപയോഗിച്ചു. ആ നെയ്യ് എല്ലാം കൂടെ കഴിച്ച് അഗ്നിദേവന് ദഹനക്കേട് സംഭവിച്ചു. അന്നേരം ഈ ദഹനക്കേട് മാറണമെങ്കിൽ ഈ കാടെല്ലാം എനിക്ക് കത്തിച്ച് കഴിച്ചേ പറ്റൂ, കാരണം അതിലെല്ലാം ഔഷധികളുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തോന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ദേവലോകത്തെ കാര്യങ്ങളാണ്. അത് നമുക്ക് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവാൻ പറ്റത്തില്ല. നമ്മുടെ ദഹനം പോലും നിയന്ത്രിക്കുന്ന ഇവരൊക്കെയാണ്. അന്നേരം അവർക്ക് എന്താ ദഹനക്കേട് വന്നൂടെ? അവർക്ക് എന്ത് സംഭവിക്കാം? അതൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവത്തില്ല. അത് വലിയ വലിയ കാര്യങ്ങളാണ്. ഈ കൊച്ചുകുട്ടികളായി നമുക്ക് എന്ത് മനസ്സിലാവാണ്? പക്ഷെ അത് കേൾക്കുക, ആനന്ദിക്കുക, ഭഗവാന്റെ ലീലകൾ എന്താണെന്ന് മനസ്സിലാക്കുക. അന്നേരം ദഹനക്കേടുണ്ടായി. ഈ ഔഷധികളൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ ദഹനക്കേടൊക്കെ മാറുമെന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ പറഞ്ഞു എങ്കിൽ കത്തിപ്പിച്ചോളൂ, കഴിച്ചോളൂ, നമുക്ക് ഉപയോഗമാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ ഒരു വനമൊക്കെ കത്തിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു ഭഗവാൻ. ആ സമയത്ത് പറഞ്ഞു പക്ഷേ ഇതിനകത്ത് പല ഇന്ദ്രന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇപ്പൊ തക്ഷകന്റെ കുടുംബമൊക്കെ ഉണ്ട്. ഇതാണ് പരീക്ഷിത് മഹാരാജാവിന്റെ മരണത്തിന് ഒരു കാരണം കൂടെ ആക്കുന്നത്. കാരണം തക്ഷകന്റെ കുറച്ച് ബന്ധുക്കൾ ഇതിനകത്തുണ്ട്, ഭാര്യ, കുട്ടികളൊക്കെ. അന്നേരം അവരൊക്കെ എന്ന് പറഞ്ഞാൽ വിഷം കൂടിയ ഇനം തന്നെയാണ്. വിഷം കൂടിയ ഇനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും ദുഷ്ട സ്വഭാവം തന്നെ. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞു ഇവരെയൊക്കെ കത്തിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ. അല്ലാതെ ഭഗവാൻ എന്താണ് വൈര്യം? കാരണം ഇങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു ഉപയോഗമില്ല മറ്റുള്ളവർക്ക്. എല്ലാവരും ദ്രോഹിക്കുകയുള്ളൂ. ആ ഒരു അർത്ഥത്തിലുള്ള ദുഷ്ടമൃഗങ്ങളാണ് അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കത്തിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ ഇന്ദ്രന്റെ മിത്രമായതുകൊണ്ട് ഇന്ദ്രൻ എപ്പോഴും മഴ പെയ്പ്പിച്ച് ഇതിനെ അണയ്ക്കും. അഗ്നി വന്ന ഉടനെ മഴ പെയ്പ്പിച്ച് അണയ്ക്കുമെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഉടനെ ഭഗവാൻ പറഞ്ഞു അത് നീ വിഷമിക്കണ്ട, ഞാൻ നോക്കിയോളാം, ഞാനും പാർത്ഥനും കൂടെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഈ രഥം ഓടിക്കാൻ തുടങ്ങി. അന്നേരം നിങ്ങൾ ആ രഥം ഏത് സ്പീഡിലാണ് ഭഗവാൻ ഓടിക്കുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ വിചാരിക്കും സാധാരണ കുതിരവണ്ടി. ഇതാ സാധാരണ കുതിരവണ്ടിയൊന്നും അല്ല. ഈ കുതിരവണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രഥം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടത്തിനപ്പുറത്ത് പോകാൻ പറ്റും. നമ്മുടെ സ്പേസ് ഷിപ്പ് എവിടെയെങ്കിലും പോവോ? എങ്ങും പോകത്തില്ല. ഇവിടെ അകത്ത് തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ ഇതിനപ്പുറത്ത് പോകാൻ പറ്റും ആ ഒരു രഥം കൊണ്ട്. സാധാരണ രഥമൊന്നും അല്ല. അന്നേരം ആ ഒരു ഭഗവാൻ രഥം ഓടിക്കാൻ തുടങ്ങി. ഏത് സ്പീഡിലാണ് ഓടിക്കുന്നത് അറിയാമോ? ഫാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് 3 വിങ്സ് ഉണ്ട്. ഫാൻ സ്പീഡായിട്ട് കറങ്ങുന്ന സമയത്ത് എത്ര വിങ്സ് ആണ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ആ വിങ്സ് എല്ലായിടത്തും ഉള്ളതായിട്ട് അനുഭവപ്പെടും അല്ലേ? നിങ്ങൾക്ക് എല്ലാവരും കണ്ടു കാണും. എല്ലായിടത്തും ആ വിങ്സ്, എവിടെ വിങ്സ് ഉണ്ട് വിങ്സ് ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അതേപോലെ
ആ രഥം ഓടിക്കുമ്പോൾ എല്ലാ ഓരോരോ ഇഞ്ച് സ്ഥലത്തും പാർത്ഥസാരഥിയും കാണാൻ പറ്റുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ സ്പീഡിലായിരുന്നു രഥം ഓട്ടിച്ചുകൊണ്ടിരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് എവിടെ നോക്കിയാലും പാർത്ഥസാരഥിയെ കാണാം. ഇവിടെ പാർത്ഥസാരഥി, ഇവിടെ പാർത്ഥസാരഥി, ഇവിടെ പാർത്ഥസാരഥി, എപ്പം നോക്കിയാലും പാർത്ഥസാരഥിയെ കാണാൻ പറ്റുമായിരുന്നു. അത്രയ്ക്ക് സ്പീഡായിട്ടാണ് ഭഗവാൻ രഥം ഓട്ടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആർക്കെങ്കിലും പറ്റുമോ ഇങ്ങനെ? ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ എത്ര വലിയ രീതിയിൽ സ്പീഡായിട്ട് വണ്ടി ഓടിച്ചാലും വണ്ടി ഇവിടെ നിൽക്കുന്നതായിട്ട് അറിയാൻ പറ്റും, ഇവിടെ പോകുന്നതായിട്ട് അറിയാൻ പറ്റും. ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഭഗവാൻ ഓട്ടിക്കുന്ന ആ സ്പീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ട്. അന്നേരം എത്ര നല്ല എക്സ്പേർട്ട് ഡ്രൈവറാണെന്ന് നോക്കണം ഭഗവാൻ. അത്ര രീതിയിൽ ഭംഗിയായിട്ട് ആ രഥം ഇങ്ങനെ ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അർജുൻ്റെ ആ അഗ്നി കൊടുത്ത ആ ഒരു രഥമുണ്ട്, അഗ്നി കൊടുത്ത ആ ഒരു ഇതാണ് ഗാണ്ഡീവം, അഗ്നിയാണ് കൊടുത്തത്. അത് വെച്ച് യുദ്ധവും തുടങ്ങി. അങ്ങനെ യുദ്ധം തുടങ്ങി. ആ മഴത്തുള്ളി വരാത്ത രീതിയിൽ അസ്ത്രം ചെയ്ത് ഒരു കവചം തന്നെ മുകളിൽ നിർമ്മിച്ചു. ഒരു മഴത്തുള്ളി പോലും അകത്ത് വരാത്ത രീതിയിൽ പാർത്ഥൻ ഒരു കവചം നിർമ്മിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു അഗ്നി ഖാണ്ഡവ മുനത്തെ മുഴുവൻ കത്തിപ്പിച്ചു. അവിടെയാണ് ഇന്ദ്രപ്രസ്ഥം വരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു. അതൊക്കെ മഹാഭാരതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം. അതിനുശേഷം യുദ്ധം തുടങ്ങി. അന്നേരം ഇതിനു മുമ്പായിട്ട് ശാന്തിദൂതനായിട്ട് ഭഗവാൻ ചെന്നു. ശാന്തിദൂതന് മുമ്പായിട്ട് ശകുനി തീരുമാനിച്ചു, ദുര്യോധന എല്ലാവരുടെ കാര്യത്തിലും ഒരു തീരുമാനമായി, പക്ഷേ പാർത്ഥസാരഥി, അതിനു മുമ്പേ പാർത്ഥസാരഥി ആയിട്ടില്ല, കേശവൻ ആരുടെ ഭാഗത്താണ് എന്ന് നമുക്ക് ഇതുവരെ നിശ്ചയമില്ല. അന്നേരത്തേക്ക് ഉടനെ ദുര്യോധനൻ പറഞ്ഞു, ശരിയാണ്, കാരണം അദ്ദേഹം വിചാരിച്ച എന്തും നടക്കും. അതുകൊണ്ട് ആ ദുര്യോധനൻ പറഞ്ഞു, ശകുനിയും പറഞ്ഞു, എല്ലാവരുടെയും ഒരു സ്കെച്ച് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഇദ്ദേഹത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത്, ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കയ്യിലാക്കണം ദുര്യോധന എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദുര്യോധനൻ അവിടെ പോകുന്നത് ദ്വാരകയിൽ. അതേ സമയത്ത് തന്നെ സുഭദ്രാദേവിയും അർജുനോട് പറയും, കൃഷ്ണൻ നമ്മുടെ ഭാഗത്താണെങ്കിലും ഉറപ്പിക്കണം, കാരണം നമ്മൾ ഉറപ്പിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ കൃഷ്ണൻ പോയി ഞാൻ തീർന്നു. അങ്ങനെ പറഞ്ഞ് അർജുനും അവിടെ നിന്ന് തിരിക്കുകയാണ്. രണ്ടു പേരും ഏകദേശം ഒരേ സമയത്ത് എത്തി, പക്ഷേ ദുര്യോധന ആദ്യം എത്തി. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ദുര്യോധൻ ഭഗവാന്റെ ശിരസിന്റെ ഭാഗത്തിരിക്കുകയും അർജുൻ നേരെ ചെന്നിട്ട് തൃപ്പാദത്തിന്റെ അവിടെ ഇരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് തറയിലിരിക്കുകയാണ്. കണ്ണു തുറന്ന ഉടനെ പാർത്ഥസാരഥി ആദ്യം കാണുന്ന അർജുനെ. അർജുന എപ്പോഴാ എത്തിയതെന്ന് ചോദിച്ചു. അന്നേരം ഉടനെ അവിടെ നിന്ന് ഞാനും ഇവിടെ ഉണ്ട്. അന്നേരത്തേക്ക് പറഞ്ഞു, ഓ നീയും ഉണ്ടായിരുന്നോ? അത് ശരി, എന്താ രണ്ടുപേരും ഒരേ സമയത്തൊക്കെ എത്തിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ പ്രശ്നം തീർന്നോ? പ്രശ്നം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പക്ഷെ അങ്ങ് ആരുടെ പക്ഷത്താണ് നമുക്ക് അറിയേണ്ടത്. അന്നേരത്തേക്ക് ഉടനെ ദുര്യോധനൻ വിചാരിച്ച് കുറച്ച് ഡിപ്ലോമാറ്റിക് ആകാമെന്ന് വിചാരിച്ചു, കുറച്ച് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ഒക്കെ ചെയ്യാം. അല്ലെങ്കിലും അങ്ങ് എപ്പോഴും ആ പാണ്ഡവരുടെ കൂട്ടത്തിലല്ലേ. അന്നേരത്തേക്ക് ഭഗവാൻ വിചാരിച്ചു, ഇവനെ കൊണ്ട് തൊട്ട് എങ്ങനെയെങ്കിലും ഒരു ന്യായീകരണം, ഇതൊക്കെ അതിന് പൊളിറ്റീഷ്യനാണ്, നമ്പർ 1 പൊളിറ്റീഷ്യനാണ് ദുര്യോധനൻ. അന്നേരം ഉടനെ ഭഗവാൻ പറഞ്ഞ്, അല്ല എനിക്ക് നിങ്ങൾ രണ്ടുപേരും വേണ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് പറഞ്ഞു, എന്നാലും അങ്ങ് വ്യക്തമായിട്ടൊന്ന് പറയണം ആരുടെ ഭാഗത്താണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരത്തേക്ക് ഉടനെ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ തീരുമാനിക്കും ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന്. അവർ എൻ്റെ ഭാഗത്ത് അതൊന്നുമല്ല, നിങ്ങൾ രണ്ടുപേരും വേണം ഭഗവാൻ. അന്നേരം ഉടനെ ഭഗവാൻ പറഞ്ഞു, അതാണ് നമ്മളും എല്ലാവരും പറയും, എനിക്ക് ഗുരുവായൂരപ്പനെ വേണം, എനിക്ക് ഗുരുവായൂരപ്പനെ കാണണം. പക്ഷെ യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പനെ കാണണോ വേണ്ടതെന്ന് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ലീലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പനെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതായത് ഗുരുവായൂരപ്പൻ്റെ പ്രോപ്പർട്ടീസ് ആണോ ആഗ്രഹിക്കുന്നത്. നമുക്ക് എപ്പോഴും ഗുരുവായൂരപ്പൻ്റെ പ്രോപ്പർട്ടീസാണ് വേണ്ടത്, നമുക്ക് ഗുരുവായൂരപ്പനെയല്ല വേണ്ടത്. അത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അന്നേരത്തേക്ക് ഉടനെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഭഗവാന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, ശരി, ഞാൻ ഒരു കൺഫ്യൂഷൻ ദൂരീകരിക്കാം. ഒരു സൈഡിൽ എൻ്റെ നാരായണ സേന, അതിലെ ഓരോ സൈനികരും എന്നെ പോലെ യുദ്ധം ചെയ്യാൻ പ്രഗത്ഭരാണ്. അവർ തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. അവർ എല്ലാവിധ ശസ്ത്രവുമായിട്ട് നല്ല പ്രാവീണ്യമുള്ളവരാണ്. അതുകൊണ്ട് ഒരു സൈഡിൽ അവരും ഒരു സൈഡിൽ ഞാൻ. ഇനി നിങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ദുര്യോധന കൺഫ്യൂഷനായി, അർജുനന് കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. അന്നേരത്തെ പറഞ്ഞു, ആദ്യം ആര് പറയുമെന്ന് പറഞ്ഞു. അന്നേരം ദുര്യോധനൻ പറഞ്ഞു, ഞാൻ അവൻ പറഞ്ഞ്, അർജുനെയാണ് ഞാൻ ആദ്യം കണ്ടത്, അർജുനായിരിക്കും ആദ്യം പറയണേ. അത് പറഞ്ഞ് ഇങ്ങോട്ടായി തർക്കമായി. ഭഗവാൻ പറഞ്ഞ്, രണ്ടുപേര് തമ്മിൽ തർക്കമുള്ളപ്പോൾ ഇളയ ആൾക്കാർക്കും ആദ്യം ചാൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു. ദുര്യോധനൻ പറഞ്ഞു, ഇനി നാരായണ സേന എങ്ങനെ അർജുൻ ചോദിച്ചാൽ എൻ്റെ കാര്യം പോക്കാണ് എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരത്തേക്ക് ഭഗവാൻ പറഞ്ഞു,
അന്നേരം ദുര്യോധന വേറൊരു കുരുട്ടുബുദ്ധി വന്നു. എന്താണ്? അഥവാ ഭഗവാൻ ചക്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നാരായണ സേനയുടെ കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല, എല്ലാം തീരും. നാരായണ സേന പോലും ഭഗവാന്റെ ചക്രത്തിന്റെ മുമ്പിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഭഗവാൻ അങ്ങോട്ട് ചക്രം എടുത്തു കഴിഞ്ഞാൽ യുദ്ധം തീരത്തില്ലേ എന്ന് ദുര്യോധൻ പറഞ്ഞു. അന്നേരം ഉടനെ ഭഗവാൻ പറഞ്ഞു, ശരി, ആ പ്രോബ്ലം സോൾവ് ചെയ്യാം, ഞാൻ ചക്രവും എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. യുദ്ധത്തിൽ ഞാൻ ആയുധം എടുക്കാതെ ഒരു സൈഡിൽ ഞാൻ ഒതുങ്ങി നിൽക്കാം, മറ്റു സൈഡിൽ എന്താണ് എൻ്റെ നാരായണ സേന. ഇതിന്ന് ഏത് ഓഫറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അന്നേരം ഇത് പണ്ട് കൺഫ്യൂസിങ് ഓഫറാണ്. അന്നേരം ദുര്യോധനന് സംശയമൊന്നുമില്ല, നാരായണ സേന മതി, യുദ്ധം ചെയ്യാത്ത, അസ്ത്രം ഉപയോഗിക്കാത്ത കൃഷ്ണനെ ആർക്ക് വേണം എന്നാണ് അവൻ ചിന്തിച്ചത്. തിരുമണ്ടൻ അല്ലേ? ഇതാണ് ഭഗവാൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു കളയും. ഇത് തീർന്നില്ല, ഇനി നിങ്ങൾ കേൾക്കുമ്പോഴാണ് ഭയങ്കര രസം. അത് കഴിയുമ്പോഴത്തേക്ക് പാർത്ഥന്റെ അടുത്ത് ആദ്യം ചാൻസ് പറഞ്ഞ്, നേരത്തെ ദുര്യോധനൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഭഗവാനെ ആരോടാ പ്രാർത്ഥിക്കുക? പാർത്ഥസാരഥി തന്നെ പറഞ്ഞു, ഭഗവാനെ നാരായണ ഇദ്ദേഹം ഇനി നാരായണ സേനയെങ്കിലും ചോദിച്ചാൽ തീർത്ത്, എൻ്റെ കാര്യം പോക്കാണ്, ചോദിക്കരുതേ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അർജുനോട് ചോദിച്ചു, അർജുന നിനക്കാരെയാണ് വേണ്ടുന്നത്, എന്നെ വേണോ അതോ നാരായണ സേനയെ വേണ്ടോ? അർജുനന് ചിന്തിക്കേണ്ട ആവശ്യം പോലും വന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ അങ്ങ് മാത്രം മതിയെന്ന്. അന്നേരം പാർത്ഥസാരഥി ചോദിച്ചു, അർജുന നീ ആലോചിച്ചാണോ സംസാരിക്കുന്നത്? വീണ്ടും ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ഭഗവാനെ ഉറപ്പിച്ചു. ദുര്യോധനൻ പറഞ്ഞു, എന്തിനാ ഇത്രയും ചോദിക്കുന്നത്? അദ്ദേഹം പറഞ്ഞില്ലേ, പറഞ്ഞു തീർന്നു. പിന്നെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് ടെൻഷൻ എന്താണ്, നാരായണ സേന എങ്ങനെ എടുത്താലോ എത്തോ. അന്നേരം ഭഗവാൻ പറഞ്ഞു, ഉറപ്പിക്കാലോ. അന്നേരം അർജുൻ പറഞ്ഞു, ഒരു സംശയമില്ല, എനിക്ക് അങ്ങ് മാത്രം മതിയെന്ന്. ഞാൻ ആയുധം എടുക്കത്തില്ല, അതൊന്നും വിഷയമല്ല, അങ്ങ് മാത്രം എൻ്റെ കൂട്ടത്തിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം ദുര്യോധനൻ പറഞ്ഞ്, എന്ത് ചെയ്യാനാണ്, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അല്ലേ, അങ്ങയുടെ നാരായണ സേന കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇമോഷണൽ കണ്ണീരാക്കിയിട്ട് അത് ഉള്ളിൽ നിന്ന് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ കോളടിച്ചു, ബമ്പർ അടിച്ചു അല്ലേ. ആർക്കാ ലോട്ടറി അടിച്ചതെന്ന് ദുര്യോധനൻ മനസ്സിലായി. അന്നേരത്തേക്ക് പറഞ്ഞു, കോളടിച്ചു, ഇനി ഒന്നും തിരിഞ്ഞു നോക്കാനില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നാരായണ സേനയും കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തിൽ ആഹ്ലാദിച്ച് തിരിച്ചു ചെന്ന് ശകുനിയുടെ അടുത്ത് പറഞ്ഞു, ഗോളടിച്ചു, നാരായണ സേന കിട്ടി. ശകുനി പറഞ്ഞ്, രാത്രി വരെ വെള്ളം കോരിയിട്ട് കല ഉടച്ചെന്ന് പറഞ്ഞു. അന്നേരം ദുര്യോധനൻ മനസ്സിലായില്ല എന്താണ്. അന്നേരം പറഞ്ഞു, നിനക്ക് വഴിയെ മനസ്സിലാവും എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്. അന്നേരത്തേക്ക് ഉടനെ അവിടെ അർജുനനോട് ചോദിച്ചു, ഇവിടെയും തീർന്നില്ല. ഭഗവാൻ ശരിക്കും വഴക്ക് പറഞ്ഞു പാർത്ഥന്റെ അടുത്ത്. പാർത്ഥ നീ ചെയ്ത് വെറും മണ്ടത്തരമാണെന്ന് പറഞ്ഞു. നോക്കണേ ഭഗവാന്റെ ടെസ്റ്റ് നോക്കണേ. ഭഗവാൻ എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ആപത്ത് തന്നിട്ടല്ല, ഭഗവാൻ എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നല്ല നല്ല ഓപ്ഷൻസ് തരും. കൃഷ്ണനെ വേണോ, കൃഷ്ണന്റെ ശക്തികൾ വേണോ, എപ്പോഴും ഇങ്ങനെ ഓഫേഴ്സ് തന്നിട്ടുണ്ട്. ഇതാണ് കൃഷ്ണന്റെ ടെസ്റ്റ്. പക്ഷെ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് കൃഷ്ണനെയല്ല, കൃഷ്ണന്റെ ഐശ്വര്യത്തെയാണ്. അതുകൊണ്ടാണ് പിന്നെ ദുഃഖം വരുന്നത്. അന്നേരം ദുഃഖം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ചെയ്ത് തെറ്റായി പോയല്ലോ. അന്നേരമാണ് നമ്മൾ വിചാരിക്കുന്ന പരീക്ഷണമാണെന്ന്. പരീക്ഷണം അന്നേരമായിരുന്നു, പരീക്ഷണം ഇപ്പോഴല്ല. പരീക്ഷണം തോറ്റത് കൊണ്ട് കിട്ടുന്ന പണിഷ്മെന്റാണ് ഇപ്പോൾ നടക്കുന്നത്. മനസ്സിലാക്കിയിരിക്കുക. അതായത് ആ ഒരു ചോയ്സ് ഭഗവാൻ ആദ്യം തരും, അതാണ് പരീക്ഷണം. നമുക്ക് നല്ല കാലം വരുമ്പോൾ ഭഗവാൻ ഓപ്ഷൻ തരും, കൃഷ്ണൻ വേണോ അതോ ഭഗവാന്റെ ഐശ്വര്യം വേണോ എന്ന് പറയും. അന്നേരം നമ്മളെപ്പോഴും ദുര്യോധനെ പോലെ മണ്ടത്തരം കാണിക്കും. അന്നേരം എന്താവും, നമ്മുടെ ജീവിതത്തിൽ കഷ്ടകാലം വരും. അന്നേരം കഷ്ടകാലം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഭഗവാനെ ഇത്രയും പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? അതല്ല പരീക്ഷണം. പരീക്ഷണത്തിൽ തോറ്റത് കൊണ്ടിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ആയ കാലത്ത് കണ്ണെല്ലാം നല്ലപോലെ പ്രവർത്തിക്കുമ്പോഴും, ചെവി നല്ലപോലെ വർക്ക് ചെയ്യുമ്പോഴും, നാവ് നല്ലപോലെ വർക്ക് ചെയ്യുമ്പോഴും, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമ്പോഴും നമ്മൾ അമ്പലങ്ങൾ സന്ദർശിക്കണം, ഭഗവാന്റെ നാമം ജപിക്കണം, തപസ്സുകൾ അനുഷ്ഠിക്കണം. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്താണ്, പിന്നെ അസുഖങ്ങളും അതും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഭഗവാനെ എന്തിനിങ്ങനെ അസുഖം തരുന്നു, ഭഗവാന്റെ അടുത്ത് പോകാൻ പോലും പറ്റുന്നില്ലേ. ആയ കാലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ശരീരം ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല, ഭഗവാനെ സ്മരിക്കാനുള്ള ഒരു സമ്പത്ത് നമ്മൾ നേടിയെടുത്തു. നമ്മൾ ആ തപസ് ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ സ്മരണ വരത്തില്ല. അതുകൊണ്ട് യുവാവസ്ഥയിൽ നമ്മൾ ശരീരത്തിന് ശേഷിയുള്ളപ്പോൾ എത്രത്തോളം ക്ഷേത്രങ്ങൾ സന്ദർശിക്കാമോ ഭഗവാന്റെ, എത്രത്തോളം നാമം ജപിക്കാൻ പറ്റുമോ, എത്രത്തോളം ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നോ, ഇതെല്ലാം നമ്മുടെ സ്വത്താണ്. അവസാന നിമിഷം നമ്മൾ കോമയിലായാൽ പോലും ഡോണ്ട് വറി. നാമം ജപിക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല, അതൊക്കെ സ്വത്ത് അകത്തിരിപ്പുണ്ട്.
അവസാന നിമിഷം വരുമ്പോൾ ആ സ്വത്തെല്ലാം സ്മരണയായിട്ട് വരും, ഭഗവത് സ്മരണ വരും. ആ സ്മരണ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ അടുത്ത് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഉറപ്പായിട്ട് നമ്മൾ പോകും. അതുകൊണ്ട് നാമം ജപിക്കുന്നത്, ഇതൊക്കെ എപ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത്? റിസൾട്ട് കിട്ടുന്ന ഒരു സമയമുണ്ട്, അവസാന ശ്വാസം. ആ അവസാന ശ്വാസത്തിലാണ് ഇതിൻ്റെ എല്ലാ റിസൾട്ടും വരാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. ബാക്കി നമ്മൾ നേടിയെടുക്കുന്നതെല്ലാം ആ ശ്വാസത്തിൽ തീരും. പക്ഷെ ഭഗവാന്റെ നാമജപവും അതും ഇതുമൊക്കെ അവസാന ശ്വാസം മുതൽ അതിൻ്റെ റിസൾട്ട് തരാൻ തുടങ്ങും. അപ്പം നമ്മൾ വിചാരിക്കും ജപിച്ചിട്ട് എന്താ കാര്യം, അമ്പലത്തിൽ പോയിട്ട് എന്താണ് കാര്യം? ഇതിൻ്റെ റിസൾട്ട് എല്ലാം വരുന്ന അവസാന ശ്വാസത്തിലാണ്. പക്ഷെ ആ ശ്വാസം വരുമ്പോൾ ഇത്രയും കാലവും നമ്മൾ നേടിയെടുത്തതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ആ ശ്വാസത്തിൽ തീരും എന്നുള്ളതാണ്. അന്നേരം ഒരിക്കലും നമ്മൾ മിസ്റ്റേക്ക് സംഭവിക്കരുത്. നമുക്ക് പല ആൾക്കാരും നമ്മളെ നിരുത്സാഹപ്പെടുത്തും, അമ്പലത്തിൽ പോയിട്ട് എന്താണ് കാര്യം, നാമം ജപിച്ചിട്ട് എന്താണ് കാര്യം. നമ്മൾ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, അവസാന ശ്വാസത്തിൽ ഇതിൻ്റെ എല്ലാം പേയ്മെൻറ്റ് വരും. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് 1 മാസം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്ന ഒറ്റയടിക്കായിരിക്കും 1-ാം തീയതി വരുന്നത്. അതേപോലെയാണ് നമ്മൾ 1 മാസം കഷ്ടപ്പെടുന്നതിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ സാലറി വരുമ്പോഴാണ്. അതേപോലെ നമ്മൾ ജപിക്കുന്ന ജപം, നമ്മൾ ആ ഒരു ചെയ്യുന്ന തപസ്യ, നമ്മൾ കുറൂരമ്മയെ കണ്ടില്ലേ? ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. കുറൂരമ്മ 15-ാമത്തെ വയസ്സിൽ വിധവയായി, 60-65-ാമത്തെ വയസ്സ് വരെ നാമം ജപിച്ചു. ആ ഒരു ജപത്തിൻ്റെ റിസൾട്ടാണ് ഗുരുവായൂരപ്പൻ എപ്പോഴും കൂട്ടത്തിൽ നിൽക്കുന്നത്. അന്നേരം നമ്മൾ ജപവും തപവും ഇല്ലാതെ ഡയറക്റ്റ്ലി ഗുരുവായൂരപ്പനെ പിടിക്കാൻ പറ്റത്തില്ല. ആ ടെസ്റ്റിലൂടെ നമ്മൾ പാസ്സാകണം. എങ്ങനെയാണോ പാർത്ഥൻ ടെസ്റ്റിൽ പാസ്സായത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം പരീക്ഷണം, ദുര്യോധന്റെ ജീവിതത്തിൽ പിന്നെ പ്രശ്നങ്ങൾ വന്നത് അത് പരീക്ഷണമല്ല. പരീക്ഷണത്തിൽ തോറ്റതിൻ്റെ റിസൾട്ടാണ് ദുര്യോധൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. എല്ലാം ഉണ്ടായിരുന്നു, ഭീഷ്മരുണ്ടായിരുന്നു, കർണൻ ഉണ്ടായിരുന്നു, എല്ലാം ദുര്യോധന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ കൃഷ്ണൻ ഇല്ലായിരുന്നു. കൃഷ്ണന്റെ നാരായണ സേന പോലും ഉണ്ട്, എന്നിട്ടും ദുര്യോധൻ തോറ്റു. ഒന്ന് ആലോചിച്ച് നോക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലതും നേടി എന്ന് വിചാരിക്കുന്നു, പക്ഷെ നേടിയതെല്ലാം കൺമുന്നിൽ വെച്ച് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ശില പ്രഭുപാദജി പറയുന്നത്, ശൂന്യായുധം ജഗത് സർവം. ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷാഷ്ടകത്തിൽ പറയുന്നതാണിത്. സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തന്നെ അവതാരമായിട്ടുള്ള സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു, ശ്രീമതി രാധികയുടെ അതേ ഭാവത്തിൽ വന്ന ചൈതന്യ മഹാപ്രഭു, അദ്ദേഹം പറയുന്നത് എന്താണ്? സാക്ഷാൽ കൃഷ്ണൻ തന്നെ കൃഷ്ണനെ കുറിച്ച് പറയാന്ന്, ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദ വിരഹേനമേ. ഞാനില്ലെങ്കിൽ എല്ലാം സീറോ ആണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഭഗവാൻ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്ന ഓരോ നേട്ടങ്ങളും പൂജ്യമാണ്. ആ പൂജ്യത്തിൻ്റെ മുമ്പിൽ 1 വരുമ്പോൾ മാത്രമേ ആ പൂജ്യത്തിന് വിലയുള്ളൂ. ആ പൂജ്യത്തിൻ്റെ മുമ്പിൽ 1 ഇല്ലെങ്കിൽ എല്ലാം പൂജ്യം തന്നെ. 1,00,000 പൂജ്യം ഉണ്ടെങ്കിലും, 1 കോടി പൂജ്യം ഉണ്ടെങ്കിലും, 1000 കോടി പൂജ്യം ഉണ്ടെങ്കിലും ആ പൂജ്യത്തിൻ്റെ മുമ്പിൽ 1 വരുമ്പോൾ മാത്രമേ അതിന് വിലയുള്ളൂ. ഇനി ചില വ്യക്തികൾ എന്ത് ചെയ്യും? പൂജ്യവും വയ്ക്കും, അതിൻ്റെ ഏറ്റവും പുറകിൽ 1-നെ വയ്ക്കും. അന്നേരം എന്താവും? 1 മാത്രം നിൽക്കും, ബാക്കിയെല്ലാം പോകും. എത്ര പൂജ്യങ്ങൾ 1-ന് മുമ്പേ വെച്ചാലും എന്താണ്? എല്ലാം തീരും, 1 മാത്രം അവശേഷിക്കും. പക്ഷെ എല്ലാത്തിനും മുമ്പിലായിരിക്കണം 1-നെ വെക്കുന്നത്. ഇനി പൂജ്യം എല്ലാം പോയാലും കുഴപ്പമില്ല, ആ 1 ബാക്കി നിൽക്കും. ആ 1 ഇനിയും എത്ര പൂജ്യത്തോടു കൂടി ചേരുമ്പോഴും ആ നമ്മുടെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അന്നേരം പാർത്ഥന് ഇതൊന്നും വിഷയമല്ല. ഇതെല്ലാം കാട്ടിലായാലും ശരി, വീട്ടിലായാലും ശരി, കൊട്ടാരത്തിലായാലും ശരി, അതൊന്നും ഒരു വിഷയമല്ല. അദ്ദേഹത്തിന് വിഷയം പാർത്ഥസാരഥി മാത്രമാണ്. അന്നേരം ആ സമയത്ത് ആ ഒരു ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മുറുകെ പിടിച്ചു. അർജുൻ പറഞ്ഞു, കുഴപ്പമില്ല ഭഗവാനെ, അങ്ങ് മാത്രം മതി എന്ന് പറഞ്ഞു. അന്നേരം ഭഗവാൻ വീണ്ടും പറഞ്ഞു, നീ വെറും മണ്ടനാണ്. 12 വർഷം വനവാസം, 1 വർഷം അജ്ഞാതവാസം, ഇനിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഓപ്ഷൻ തന്നത്. എന്നിട്ട് നീ ഇങ്ങനെ ചെയ്തല്ലോ തിരുമണ്ട എന്ന് പറഞ്ഞപ്പോൾ പാർത്ഥൻ പറയുകയാണ്, പാർത്ഥനെ തോപ്പിക്കാൻ പറ്റുമോ? ഭഗവാനാണെങ്കിലും ആ ഒരു ഭക്തിയുടെ മുമ്പിൽ ഭഗവാൻ പോലും തോറ്റു. പാർത്ഥസാരഥി തോറ്റെന്ന് തന്നെ പറയാം നമുക്കവിടെ. പല രീതിയിലും അർജുനെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു. പക്ഷെ അർജുൻ എന്താ പറഞ്ഞെന്നറിയോ? ജയിച്ചാലും കുഴപ്പമില്ല, തോറ്റാലും കുഴപ്പമില്ല, അങ്ങ് എൻ്റെ കൂട്ടത്തിൽ മതിയെന്നു. ഈ ഒരു സ്നേഹത്തിൻ്റെ മുമ്പിൽ ഭഗവാൻ തോൽക്കത്തില്ലേ? തോറ്റു. അന്നേരം ഭഗവാൻ മനസ്സിൽ വിചാരിച്ചു, എന്ത് വില കൊടുത്ത് ഇവനെ ജയിപ്പിച്ചാണ്. അന്ന് ഭഗവാൻ വിചാരിച്ചതാണ്. അന്നേരം അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അന്നേരം അതിനുശേഷം യുദ്ധം തുടങ്ങി. എത്ര മനോഹരമായിട്ടുള്ള രംഗങ്ങളാണ് ഈ ഒരു 18 ദിവസം നടന്നത്. അവിടെ മുഴുവൻ ഭഗവാന്റെ ഷോ ആണെന്നുള്ളത്, പാർത്ഥസാരഥി ഷോ ആണ്. ആദ്യത്തെ ദിവസം മുതൽ 18-ാമത്തെ ദിവസം വരെ എല്ലാം പാർത്ഥസാരഥി തന്നെയാണ് ചെയ്യുന്നത്. അന്നേരം പരീക്ഷിത് മഹാരാജാവ് തന്നെ പറയുന്നു,
കുരുക്ഷേത്ര ഭൂമി എന്ന് പറയുന്നത് വലിയൊരു സമുദ്രമാണ്. ആ സമുദ്രത്തിൽ നീന്തുന്ന വലിയ വലിയ തിമിംഗലങ്ങളാണ് ഭീഷ്മരും കർണനും കൃപാചാര്യനും ദ്രോണരും ഇവരൊക്കെ. അതിൻ്റെ ഇടയിൽ ചെറിയൊരു മത്സ്യമായ എൻ്റെ മുത്തച്ഛൻ, ആരാണ് പറയുന്നത്? മുത്തച്ഛൻ എന്ന് പറയുമ്പോൾ പരീക്ഷത്തിൻ്റെ അച്ഛൻ അഭിമന്യുവിൻ്റെ അച്ഛൻ അർജുൻ. ആ ഒരു ചെറിയ മത്സ്യമായ എൻ്റെ അച്ഛൻ എങ്ങനെ ഈ സമുദ്രത്തെ താണ്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ നിന്ന് ഒന്നേ മനസ്സിലാക്കാൻ പറ്റൂ, പാർത്ഥസാരഥി ഉണ്ടെങ്കിൽ എത്ര വലിയ സമുദ്രവും നിഷ്പ്രയാസം ക്രോസ് ചെയ്യാൻ പറ്റും. കയ്യിലെന്താണ്? അസ്ത്രവും ഇല്ല, വെറും ഒരു ചാട്ടയും ഒരു ശംഖും. എന്നിട്ട് ദുര്യോധന ഇങ്ങനെ പോകുന്ന സമയത്ത് ആയുധം എടുക്കത്തില്ലെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഭഗവാൻ പറഞ്ഞു, ദുര്യോധന ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ് ഭഗവാനെ? ഞാൻ ഇടയ്ക്കിടെ ശംഖ് ഊതും കേട്ടോ, അത് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറയാ, അതിന് കുഴപ്പമില്ല, അങ്ങ് ശംഖ് ഊതും എത്രേ പറഞ്ഞോളൂ. പാർത്ഥസാരഥി ആവുന്ന അതൊന്നും കുറച്ച് വ്യക്തത ഇല്ല. പക്ഷെ അന്നേരേ ഭഗവാൻ പ്ലാൻ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഭഗവാന്റെ പ്ലാനിങ് നോക്കണം. കാരണം യുദ്ധകളത്തിൽ പിന്നെയാണ് തീരുമാനിക്കുന്നത് ഭഗവാൻ എന്ത് ചെയ്യണമെന്ന്. എല്ലാവരും കൂടി ഇരുന്നു, കാരണം യുദ്ധം ചെയ്യുന്നില്ല. അന്നേരം പറഞ്ഞു, ഭഗവാൻ എന്തായാലും കൗൺസിലിംഗ് അതൊക്കെ ആയിരിക്കും, യുദ്ധത്തിന്റെ നീതി തന്ത്രം ഇതൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷെ ഭഗവാൻ പറഞ്ഞു, യുദ്ധക്കളത്തിൽ ഭഗവാൻ വരണ്ടേ. അന്നേരം പാർത്ഥൻ പറഞ്ഞു, ഭഗവാൻ അങ്ങ് എൻ്റെ സാരഥിയായിട്ട് ഇരുന്ന വലിയ ഉപകാരമാണ്. പക്ഷെ ഭഗവാൻ അതിനു മുമ്പേ പ്ലാൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടെ ശംഖ് ഊതു എന്ന് പറഞ്ഞു. അതേ പറഞ്ഞു, ശംഖ് അതൊന്നും കുഴപ്പമില്ലെന്നാണ്. പക്ഷേ പാഞ്ചജന്യം ഊതുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആയിരക്കണക്കിന് സൈന്യങ്ങൾ ചുപ്പെന്ന് പറഞ്ഞ് ബോധം കെട്ടു വീഴും. അന്നേരം ബാലൻസ് ടാലി ചെയ്യാൻ വേണ്ടി ഭീഷ്മരെ സൈനികരെയൊക്കെ യുദ്ധം ഒരു സൈഡിൽ നിന്ന് കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ശംഖ് ഊതും. ആ ശംഖിന്റെ നാദം കൊണ്ട് കൗരവ സൈന്യം ബോധം കെട്ടു വീഴും എന്നുള്ളതാണ്. ഭഗവാൻ ആയത് എന്തിനാണ്? ഭഗവാൻ ഒന്ന് വിചാരിച്ചാൽ മതി, എന്തും ചെയ്യാൻ പറ്റും. അന്നേരം മഹാഭാരതത്തിൽ യുദ്ധക്കളത്തിൽ എത്ര അത്ഭുത കാര്യങ്ങൾ നടത്തി മതി. അതിൽ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർണനുമായിട്ട് അതിഘോര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിഘോര യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു നിമിഷം നാഗാസ്ത്രം അയക്കുകയാണ് കർണൻ. നാഗാസ്ത്രം ചീറിപ്പാഞ്ഞിങ്ങനെ വരികയാണ്. കാരണം ആ നാഗാസ്ത്രത്തിൽ ഡബിൾ പവറുണ്ട്. ഒന്ന് ആ അസ്ത്രത്തിന്റെ പവറും, അതുകൂടാതെ ആ തക്ഷകന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, തക്ഷകന്റെ മകനും കൂടെ അതിനകത്ത് കയറിയിരിക്കുകയാണ്. അത് കാരണം ചീറിപ്പാഞ്ഞു വരും. ഇത് കർണനും അറിഞ്ഞില്ല. അന്നേരത്തേക്ക് അർജുൻ ഇവിടുന്ന് റെഡി. അർജുന്റെ സ്പീഡ് ആർക്കും വെല്ലാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഡബിൾ സ്പീഡ് ആയതുകൊണ്ട് അർജുൻ നാഗാസ്ത്രത്തിന്റെ സ്പീഡേ പ്രതീക്ഷിച്ചുള്ളൂ. ഇത് ഇടയ്ക്കൊരു നാഗം കയറിയത് അറിഞ്ഞില്ല അർജുൻ. പക്ഷെ ഭഗവാൻ അറിയാതിരിക്കാൻ പറ്റുമോ? ഭഗവാൻ എല്ലാം അറിയാം. അന്നേരത്തെ അസ്ത്രം ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നു. അന്നേരത്തേക്ക് ഉടൻ തന്നെ അർജുൻ പ്രിപ്പയർഡ് അല്ലെന്ന് മനസ്സിലായി. ഭഗവാൻ രഥത്തെ ഒറ്റ ചവിട്ടയപ്പോൾ ഉടനെ കുതിരകളൊക്കെ മുട്ടുകുത്തി ഇരുന്ന ഉടനെ അർജുൻ കരിഞ്ഞൊരു മണമാണ് കിട്ടുന്നത്. അന്നേരത്തേക്ക് കിരീടമൊക്കെ കരിഞ്ഞു പോകുന്നതായിട്ട് കണ്ടു. അന്നേരത്തേക്ക് ഉടനെ അത് അർജുൻ അറിഞ്ഞില്ല. അന്നേരത്തേക്ക് അർജുൻ വിചാരിച്ച എന്താണ്, രഥം ചൊവ്വന് പാർത്ഥസാരഥി ഓടിക്കാത്തതുകൊണ്ട് രഥം കുലുങ്ങി അതിൽ കിരീടം തെറിച്ചു പോയെന്നാണ് വിചാരിച്ചത്. അന്നേരത്തെ പറഞ്ഞു, എന്താ കൃഷ്ണ ഇങ്ങനെ ഓടിക്കുന്നത്, നല്ലപോലെ ഓടിക്കാൻ പറഞ്ഞു. അത് പറഞ്ഞു, നീ നേരെ യുദ്ധം ചെയ്യ്, നിന്റെ കഴുത്തിപ്പം പോണ്ടേ. ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള കാരണം എന്തു പറ്റി, ഈ കർണൻ കഴുത്തിനാണ് എയിം ചെയ്തത്. അന്നേരം ഉടനെ ശല്യൻ പറഞ്ഞു, കഴുത്തിന് എയിം ചെയ്യേണ്ട, നെഞ്ചത്ത് എയിം ചെയ്യാം. കാരണം ശല്യൻ അറിയാം ഭഗവാൻ എന്തെങ്കിലും ഒരു സൂത്രം ഒപ്പിക്കും, അഥവാ നെഞ്ച് തെറ്റി കഴിഞ്ഞാൽ കഴുത്തില്ലെങ്കിലും കൊള്ളത്തില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കഴുത്തിന് എയിം അതാണ് ശല്യം പറഞ്ഞത്. പക്ഷെ ശല്യനും കർണനുമായിട്ട് വലിയ ശല്യമാണ്, തമ്മി ഒരു ചേർപ്പൊന്നുമില്ല. അതുകൊണ്ട് പറയാം, നീ നെഞ്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും കേൾക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കഴുത്തിന് തന്നെ എയിം ചെയ്തു. അന്നേരം ഭഗവാൻ എന്ത് ചെയ്തു, രഥത്തെ ഇരുത്തിയപ്പോഴത്തെ എന്താണ്, കഴുത്തിന് പകരം കിരീടം കൊണ്ടുപോയി. ഭഗവാന്റെ അത്ഭുതമാണ്. അത് കഴിഞ്ഞപ്പോഴേ നാഗത്തിന് വലിയ ദേഷ്യമായി. എന്നിട്ട് പറഞ്ഞു, കർണന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മിസ്സായി, നീ വീണ്ടും അസ്ത്രം. എന്നിട്ട് നീ ആരാന്ന് ചോദിച്ചു. അന്നേരം ഞാനാണ് അസ്ത്രത്തിൽ പോയത്, എന്റെ അനുവാദമില്ല എന്റെ അസ്ത്രത്തിൽ കയറാൻ നീ ആരാ, നീ പോട. അതും കൂടാതെ ഘടോത്കജനുമായിട്ടുള്ള മഹായുദ്ധം, അങ്ങനെ മഹാരസം ആണ് മഹാഭാരതം എന്ന് പറയുന്നത്. ഘടോത്കജൻ എല്ലാവരെയും ദുര്യോധനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുകയാണ്, ഈ ബൊമ്മയെ വെച്ച് കളിപ്പിക്കുന്ന മാതിരി. അന്നേരം ദുര്യോധന അവിടെ കരഞ്ഞുകൊണ്ടിരിക്കും, എന്തെങ്കിലും ചെയ് കർണ. അന്ന് പറയും, എൻ്റെ ശക്തി അസ്ത്രമുണ്ട്, പക്ഷെ അത് അർജുനു വേണ്ടി, എൻ്റെ ജീവൻ ഉണ്ടെങ്കിലല്ലേ പിന്നെ അസ്ത്രം അയച്ചിട്ട് ഉപയോഗം, ഇപ്പൊ എന്നെങ്കിലും രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞിട്ട് ആ അസ്ത്രം അയക്കും. ഉടൻ തന്നെ ഘടോത്കജൻ മരിക്കാനായി. മരിച്ചപ്പോൾ എല്ലാവരും കരഞ്ഞു, വിഷമിച്ചു. പാർത്ഥസാരഥി മാത്രം കൈയടിച്ചു. യെസ്,
അന്നേരത്തേക്ക് ഭീമ ഇതെന്തു പറ്റി, അവിടെ നിന്നാണോ യുദ്ധം ചെയ്യുന്നത്, ഇവിടെ നിന്നാണ്? ഭഗവാൻ സന്തോഷിക്കുന്നോ? ഭഗവാൻ എൻ്റെ മകൻ മരിച്ചിട്ട് അങ്ങേക്കാണോ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ ചെന്ന് അടുത്ത് നിന്ന് ഭഗവാൻ ഇതെന്ത് പറ്റി ഭഗവാനെ എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഒരു സമാധാനമായതോ? കാരണം 2 ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർണൻ്റെ ആ ഒരു ശക്തിയാസ്ത്രം, അതിന് മറുവായിട്ട് എന്ത് ചെയ്യണം. ഭഗവാൻ നിഷ്പ്രയാസമാണ്, പക്ഷേ റൂള് ഭഗവാൻ തെറ്റിക്കത്തില്ല. മാക്സിമം റൂള് തെറ്റിക്കാതെ നോക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായി കഴിഞ്ഞാൽ പിന്നെ റൂളും തെറ്റിക്കും. അതാണ് ഭഗവാന്റെ പ്ലാൻ. അന്നേരം ഭഗവാൻ വിചാരിച്ചു ശക്തിയാസ്ത്രത്തിനെതിരെ ഉപയോഗിക്കാൻ എന്ത് ചെയ്യണം, നിന്നെ എങ്ങനെ അതിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അന്നേരം ഘടോത്കജൻ തന്നെ അതിൽ വീണു. എനിക്ക് സമാധാനമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, അർജുനെ കാട്ടിയും ഉത്സാഹമാണ്, പാർത്ഥനെ കാട്ടിയും ഉത്സാഹമാണ് പാർത്ഥസാരഥിക്ക് പാർത്ഥനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലതും ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ നാമം ജപിച്ച് ഭഗവാൻ പറയുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി പാർത്ഥസാരഥി നമ്മളെക്കാട്ടി മുമ്പിൽ നിൽക്കും. പക്ഷേ പാർത്ഥസാരഥി നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എന്താണ്? നമ്മൾ കഷ്ടപ്പെട്ട് എത്ര ശ്രമിച്ചാലും എല്ലാം പോകും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്നും വലിയ രസകരമായിട്ടുള്ള സംഭവമാണ് പാർത്ഥസാരഥി അടുത്ത ഇതെന്ന് പറയുന്നത്. ഇങ്ങനെ എത്രയോ നിമിഷങ്ങളുണ്ട്. അതിൽ ഏറ്റവും മുന്നിൽ വന്ന് നിൽക്കുന്ന രംഗമാണ് ജയദ്രഥവധം. അതിമനോഹരമായിട്ടുള്ള ഇതാണ്. അതിന് മുമ്പായിട്ട് ഒരു ദിവസം മുമ്പേ ദുര്യോധൻ ഒരു ഗ്രൂപ്പ് ഓഫ് സൈനികരോട് പറയും, സൈനികരല്ല രാജാക്കന്മാർ, അവരെല്ലാം സഹോദരന്മാരാണ്. അവരോട് ചെന്നിട്ട് പറയും, നിങ്ങൾ നാളെ പാർത്ഥനെ ദൂരെയാക്കണമെന്ന് പറഞ്ഞു. കാരണം ഇതിനെക്കുറിച്ച് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ദ്രോണാചാര്യമായിട്ട് ചർച്ച ഉണ്ടാവുകയാണ്. ദ്രോണാചാര്യോട് പറയും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ്, ചോറ് ഇവിടെയും കൂറ് അവിടെയാണ്, സ്ഥിരം ഒന്നീ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഡീമോട്ടിവേഷൻ. അതായത് നാണം കെടുത്തി അവരുടെ വീര്യത്തെ ഉണർത്തും. അതാണ് ദുര്യോധന എപ്പോഴും ടെൻഷനാണ്. അന്നേരത്തേക്ക് ഉടനെ ദ്രോണാചാര്യ പറഞ്ഞു, നാളെ ഉറപ്പായിട്ടും കൊന്നിരിക്കും, വധിച്ചിരിക്കും എന്ന് പറഞ്ഞു. അന്നേരം ഉടനെ ഇങ്ങനെ ഒരുപാട് സംഭവമുണ്ട്, പക്ഷെ ഞാൻ എടുത്തു പറയുവാണ് ഇതൊക്കെ. അന്നേരത്തേക്ക് ഉടനെ പറഞ്ഞു, നാളെ ഉറപ്പായിട്ടും നമുക്ക് ചക്രവ്യൂഹം രചിക്കാം. പക്ഷെ ഈ ചക്രവ്യൂഹത്തെ ഭേദിക്കാൻ പാർത്ഥനറിയാം, കേശവനും അറിയാം. അവർ രണ്ടുപേരും ഈ യുദ്ധക്കളത്തിൽ നിന്ന് ദൂരെ പോകണമെന്ന് പറഞ്ഞു. അന്നേരം ഇന്ന് കാണുന്ന കുരുക്ഷേത്രമല്ല അന്നത്തെ കുരുക്ഷേത്രം. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പോകണമെങ്കിൽ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ സന്ധ്യയാവും. നല്ല സ്പീഡിന് ഓടിച്ചാൽ പോലും അത്രയ്ക്ക് വലുതാണ് കുരുക്ഷേത്രം. കോടിക്കണക്കിന് സൈനികരാണെന്ന് മരിച്ചത്, അതിന്റെ എണ്ണം പോലും തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ വിചാരിക്കും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും സ്ഥലം എവിടെ ഇരിക്കുന്നു. പക്ഷേ ഓരോ യുഗങ്ങൾ മാറുന്നതിനനുസരിച്ച് സ്ഥലങ്ങൾ ചെറുതാകും. ഒരു ടൈം പ്ലേസ് സർക്കംസ്റ്റൻസ് അനുസരിച്ച് ആ ഒരു ടൈമും സ്പേസും റിലേറ്റിവിറ്റി അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതുണ്ട്. കാരണം അത്രയ്ക്ക് യോഗ്യരായിട്ടുള്ള ആൾക്കാർ അവിടെ ജീവിച്ചത് കൊണ്ട് അവർക്ക് അത്രത്തോളം സ്ഥലം ലഭ്യമാണ്. എന്നിട്ട് ഇന്നത്തെ ആ ഒരു കലിയുഗത്തിന്റെ പ്രവാഹത്താൽ അത്രത്തോളം യോഗ്യത ഇല്ലാത്തതുകൊണ്ട് സ്ഥലത്തിന്റെ ആ ഒരു പ്രദേശം, അതിന്റെ ആ ഒരു ഏരിയ കുറഞ്ഞു വരും. അതായത് നമ്മളെ സംബന്ധിച്ചോളം അത്രയേ ഉള്ളൂ. അതായത് ഒരു വെബ്സൈറ്റിൽ എങ്ങനെയാണോ ആരാണോ ആക്സസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ വെബ്സൈറ്റിന്റെ ഫീച്ചേഴ്സ് കുറഞ്ഞും കൂടിയിരിക്കും. അതേപോലെ തന്നെ ഓരോ വ്യക്തികളുടെ അടിസ്ഥാനത്തിലിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഓഫീസിൽ നോക്കുകയാണെങ്കിൽ ആ ഓഫീസിലുള്ള എല്ലാ മുറികളും എല്ലാവർക്കും സന്ദർശിക്കാൻ പറ്റത്തില്ല. അതിൽ മെയിൻ ബോസിന് എല്ലാ മുറികളും സന്ദർശിക്കാം. പക്ഷേ തുടക്കക്കാർക്ക് അവിടെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നവർക്ക് എല്ലാ റൂമും കാണാൻ പറ്റത്തില്ല. ഗസ്റ്റ് റൂം മാത്രമേ പറ്റൂ, റിസപ്ഷൻ മാത്രമേ പറ്റൂ. അങ്ങനെയാണ് പൊതുവെ ഈ ലോകം വർക്ക് ചെയ്യുന്നത്. അന്നേരം നമ്മൾ ഈ ലോകത്തെ യഥാരൂപത്തിലല്ല കാണുന്നത്, നമ്മുടെ അർഹതയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ കാണുന്നത്. അന്നേരം അങ്ങനെ പിറ്റേന്ന് അർജുനെ വെല്ലുവിളിച്ചിട്ട് അർജുൻ യുദ്ധം ചെയ്ത് ഒരു സൈഡിലോട്ടായി. അതിൻ്റെ ഇടയിലാണ് ചക്രവ്യൂഹം രചിക്കുന്നതും ജയദ്രഥൻ തടയുന്നതും. അങ്ങനെ അഭിമന്യു വധം നടന്നു. അഭിമന്യു വധം നടന്നുടൻ തന്നെ ഭഗവാൻ വളരെയധികം ഭഗവാന്റെ അടുത്ത് അർജുൻ വിഷമിച്ച് പറയുവാണ്, എന്തോ എനിക്ക് വലിയ വിഷമം വരുന്നുണ്ട്, എൻ്റെ ആരോ വേണ്ടപ്പെട്ട ആള് നഷ്ടപ്പെട്ട ഒരു അനുഭൂതി. അന്നേരം ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് ശിബിരത്തിലെത്തിയപ്പോൾ എല്ലാവരും വിഷമത്തിലിരിക്കുകയാണ്. പാർത്ഥൻ കണ്ട കാഴ്ച കണ്ടിട്ട് ബോധം കെട്ട് വീണില്ലെന്നേ ഉള്ളൂ. സ്വന്തം മകൻ ദാ കിടക്കുന്നു. ഇത് കണ്ട ഉടനെ പാർത്ഥൻ പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജാവേ, അങ്ങുണ്ടായിട്ടും എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഈ ഒരു അവസ്ഥ വന്നു? ആ പാർത്ഥന്റെ ആ ഒരു ഫീലിങ്സ് വന്നു. ഭീമ അങ്ങുണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ വന്നു? ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് പാർത്ഥൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല,
എന്ന് പറഞ്ഞിട്ട് ഇതിന് ആരുത്തരവാദിയാണെന്ന് എനിക്കിപ്പോൾ അറിയണം എന്ന് പറഞ്ഞപ്പോൾ വിശദമായിട്ട് പറഞ്ഞു. ജയദ്രഥൻ തടഞ്ഞു. ജയദ്രഥന് മഹാദേവന്റെ അനുഗ്രഹത്താൽ ഈ ഒരു ദിവസം പാണ്ഡവർക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള വരം കിട്ടിയതിനാൽ ആർക്കും തടയാൻ പറ്റിയില്ല. അങ്ങനെ ജയദ്രഥനാണ് കാരണക്കാരെന്ന് പറഞ്ഞു. ഉടൻ തന്നെ പാർത്ഥൻ പ്രതിജ്ഞ എടുത്തു, നാളെ സൂര്യാസ്തമയത്തിന് മുമ്പേ ജയദ്രഥനെ വധിച്ചില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ വലിയ വലിയ വാദ്യ ഉപകരണങ്ങൾ കൊണ്ട് ആഘോഷിച്ചു പാണ്ഡവരൊക്കെ. കാരണം നാളെ അത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം എടുത്തു. അന്നേരത്തേക്ക് കൗരവപക്ഷത്തും വലിയ ആഘോഷങ്ങളൊക്കെ ആയി. കാരണം എന്താണ്? വളരെ സിമ്പിളാണ്. എന്താണ്? ഈ ജയദ്രഥനെ മാത്രം രക്ഷിച്ചാൽ മതി, അതോടുകൂടി യുദ്ധം നമ്മൾ ജയിക്കും. കാരണം ജയദ്രഥനെ വധിക്കാൻ വേണ്ടിയാണ് നാളെ എല്ലാ ഉദ്യമവും. അന്നേരം ജയദ്രഥനെ മാത്രം രക്ഷിച്ചു കഴിഞ്ഞാൽ എന്താവും? അതോടുകൂടി അർജുനും തീരും, യുദ്ധവും നമ്മൾ ജയിക്കും. കാരണം അർജുനാണ് വലിയൊരു പ്രശ്നമായിട്ടിരിക്കുന്നത്. അർജുനെ മാറ്റിക്കഴിഞ്ഞാൽ വളരെ നിഷ്പ്രയാസമാണല്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? പിറ്റേ ദിവസം എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് പത്മവ്യൂഹത്തെ രചിച്ചു. ആ പത്മവ്യൂഹത്തിന്റെ പുറവിൽ സൂചി വ്യൂഹം രചിച്ചു, ഒരു സൂചിയുടെ ആകൃതിയിൽ. അതിൽ ഏറ്റവും പുറവിൽ ജയദ്രഥനെ വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. മുഴുവൻ സൈന്യവും ഈ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അന്നേരം എങ്ങനെയാണ് പാർത്ഥൻ അവിടെ എത്താൻ പറ്റുന്നത്? ഇംപോസിബിൾ ആണ്, ഒരിക്കലും എത്താൻ പറ്റാത്തതാണ്, ഇംപോസിബിൾ ആണ്. അന്നേരം ഇതിനു മുമ്പേ നമുക്കറിയാം, മഹാദേവനെ തപസ് ചെയ്തു, പശുപതാസ്ത്രം ലഭിച്ചു. പക്ഷെ അന്ന് മഹാദേവൻ പറഞ്ഞിരുന്നു, പശുപതാസ്ത്രം ഞാൻ തരാം, പക്ഷെ ആവശ്യമുള്ളവ എൻ്റെ അടുത്ത് വന്നാൽ മതി, അന്നേരം ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു. അന്നേരം അത് ഇപ്പോൾ ആവശ്യം വന്നു. പാർത്ഥൻ അറിഞ്ഞുകൂടാ, പാർത്ഥസാരഥിക്ക് അറിയാം. അന്നേരത്തേക്ക് ആ ഒരു സംഭവം കഴിഞ്ഞു. ഇങ്ങനെ പ്രതിജ്ഞ എടുത്തു. രാത്രിയിൽ അർജുൻ ഉറങ്ങുകയാണ്. അന്നേരത്തേക്ക് ഭഗവാൻ വന്നിട്ട് പറയുകയാണ്, പാർത്ഥ, ഈ പ്രതിജ്ഞ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, നീ അങ്ങ് കൊന്നാ പോരാ, എന്തിനാണ് നീ കൂടുതൽ പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? അങ്ങനെ പാർത്ഥനാണെങ്കിൽ ടെൻഷനും ഇല്ല, ടെൻഷൻ പാർത്ഥസാരഥിക്കാണ്. അതാണ് ഭഗവാന്റെ ആ ഒരു വൈഭവം, ആ ഒരു രസം. കാരണം ഭഗവാന്റെ കാര്യം വരുമ്പോൾ ഭഗവാൻ ഒരിക്കലും മറന്നു പോകത്തില്ല, ഭഗവാൻ ഭഗവാനാണെന്ന്. പക്ഷെ ഭക്തന്റെ കാര്യം വരുമ്പോൾ എന്താണ്? ഭഗവാൻ ചിലപ്പോഴൊക്കെ മറന്നു പോകും, ഞാൻ ഭഗവാനാണ്. ഭഗവാൻ വളരെയധികം ടെൻഷൻ അടിക്കും ഭക്തർക്ക് വേണ്ടി, ദേഷ്യപ്പെടും. ദേഷ്യമില്ലാത്ത ആൾ പോലും നരസിംഹത്തെ പോലെ വന്ന് എല്ലാം നശിപ്പിക്കും. ദേഷ്യം തീരത്തില്ല. ഭക്തവത്സലനാണ് ഗുരുവായൂരപ്പൻ. ഭക്തന് വേണ്ടി എന്തും ചെയ്യും. ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കും ഭഗവാൻ ഒരു ഭക്തന് വേണ്ടി. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അന്നേരത്തേക്ക് ആ ഒരു പാർത്ഥന്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു, ശരി എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പുറത്തു വന്നിട്ട് ദാരുകനെ വിളിച്ചു. ഭഗവാന്റെ സാരഥിയാണ് ദാരുകൻ. ദാരുകന്റെ അടുത്ത് പറഞ്ഞു, രഥം റെഡിയാക്കാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാവിധ ആയുധങ്ങളും റെഡിയാക്കാൻ പറഞ്ഞു. അന്നേരം ഉടനെ പറഞ്ഞു, ഭഗവാൻ അങ്ങ് അസ്ത്രം എടുക്കുന്നില്ല, യുദ്ധം ചെയ്യുന്നില്ല, പിന്നെന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നാളെ പാർത്ഥൻ എന്തെങ്കിലും സംഭവിച്ചാൽ, ഭഗവാനല്ലേ തീരുമാനിക്കാൻ സംഭവിക്കണോ വേണം. പക്ഷെ ഭഗവാന്റെ ആ ഒരു ഫീലിങ്സ് നോക്കണേ. ഭഗവാൻ പറയുവാണ്, നാളെ പാർത്ഥൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദാരുക ഞാൻ മിണ്ടാതിരിക്കത്തില്ല, രണ്ടുപേരെയും കാച്ചു. രണ്ടുപേരെയും കൊന്നതിന് ശേഷം ആ കുരുക്ഷേത്ര ഭൂമിയിൽ എല്ലാ മുഴുവൻ സ്വത്തും ഞാൻ കുന്തി ദേവിക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ ആ ഒരു വീര്യം ഇവിടെ നിങ്ങൾ കാണുമ്പോൾ, ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ദീപാരാധന സമയത്ത്, ഭഗവാന്റെ ആ ശ്രീവേലിക്ക് മുമ്പായിട്ടുള്ളൊരു സമയത്ത് ഇവിടെ വാദ്യാഘോഷമുണ്ട്. കേൾക്കുമ്പോൾ തന്നെ ഒരു വീര്യം വരും നമുക്ക്. അതായത് ഭഗവാൻ പക്ക ക്ഷത്രിയ മോഡിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. നല്ല ചെണ്ടമേളമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മേലാകെ കോരിത്തരിക്കും. കാരണം ഭഗവാന്റെ എന്തോ യുദ്ധത്തിന് പോകുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ, അതിമനോഹരമാണ്. അന്നേരം അതേപോലെ ഭഗവാൻ ആ ഒരു വീര്യത്തോടു കൂടി സംസാരിക്കുകയാണ്, നാളെ പാർത്ഥൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അതും റെഡിയാക്കി വെച്ചിരിക്കും, ബാക്കപ്പ് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, ഇതൊക്കെയാണ്. പാർത്ഥനാണെങ്കിൽ ഉറങ്ങുവാണ്, റെസ്റ്റ് എടുക്കുകയാണ്. പക്ഷെ ഭഗവാൻ അവിടെ പ്ലാൻ ചെയ്യുവാണ്, ഇത് സംഭവിച്ചാൽ ഇത് ചെയ്യാം, ഇത് ചെയ്യുമ്പോൾ ഇതാണ്. അന്നേരത്തേക്ക് രാത്രി പാർത്ഥൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരോ പാർത്ഥനെ പിടിച്ചുകൊണ്ട് ഉയർത്തുന്നതായിട്ട് തോന്നി. നോക്കിയപ്പോഴത്തേക്ക് സ്പീഡിന് ആരോ വലിച്ച് അത് പാർത്ഥനെ കൊണ്ടുപോവുകയാണ്. പാർത്ഥൻ നോക്കിയപ്പോൾ ആരാണ്? കൃഷ്ണൻ. പാർത്ഥസാരഥി അർജുന്റെ കൈയും പിടിച്ച് പാർത്ഥനെ കൊണ്ടുപോവുകയാണ്. അന്നേരത്തെ ഇത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞാൽ നീ വാ എന്ന് പറഞ്ഞിട്ട് കൈലാസത്തിൽ കൊണ്ടുപോയി. കൈലാസത്തിൽ കൊണ്ടുവന്നിട്ട് അന്ന് പശുപതാസ്ത്രം പറഞ്ഞില്ല, അത് മേടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് സാക്ഷാൽ മഹാദേവന്റെ അടുത്ത് എത്തുകയാണ്. അന്നേരത്തേക്ക് മഹാദേവൻ നമസ്കരിച്ചു, ഭഗവാനും നമസ്കരിച്ചു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷനാണ്. എന്ത് പറയണം, നമസ്കാര കോമ്പറ്റീഷൻ. അന്നേരത്തേക്ക് ഉടനെ മഹാദേവൻ പറഞ്ഞു, ഭഗവാനെ അവിടെ നദീതീരത്തിൽ തന്നെ ആ പശുപതാസ്ത്രമുണ്ട്, അങ്ങ് ചെന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാർത്ഥൻ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു മുതല
ആ മുതലെ വധിക്കുകയാണ്. അന്നേരത്തേക്ക് തന്നെ ആ മുതൽ തന്നെയാണ് അസ്ത്രമായിട്ട് മാറുന്നത്. അങ്ങനെ ആ അസ്ത്രം വെടിക്കുകയാണ്, പശുവധാസ്ത്രം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേ ദിവസമായി രാവിലെ ശംഖൊക്കെ ഊതി വലിയ വാദ്യാഘോഷത്തോടു കൂടി യുധിഷ്ഠിര മഹാരാജ ആ ശിബിരത്തിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അന്നേരം തന്നെ കേശവൻ അവിടെ എത്തി. കേശവൻ എത്തിയ ഉടനെ തന്നെ യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, എൻ്റെ വലത് ഭാഗം തുടിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ജയം പാണ്ഡവന്റെ തന്നെയായിരിക്കും, അർജുൻ്റെ തന്നെയായിരിക്കും, എനിക്ക് സുനിശ്ചിതമാണ്. പക്ഷെ എന്നാലും ഒരു ടെൻഷനുണ്ട് ഭഗവാൻ. അന്നേരം ഭഗവാൻ പറഞ്ഞു, ജയം സുനിശ്ചിതമായിരിക്കും, പാർത്ഥൻ തന്നെ ജയിക്കും, വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇങ്ങനൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് വേണ്ടത്? സാക്ഷാൽ പാർത്ഥസാരഥി ഉണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അന്നേരം പാർത്ഥസാരഥി അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഭഗവാൻ അർജുനോട് ചോദിച്ചു, അർജുന റെഡിയല്ലേ? ഭഗവാനെ റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി, ശംഖ് ഊതി യുദ്ധം അങ്ങോട്ട് ആരംഭിച്ചു. മുഴുവൻ സൈന്യവും ഈ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അർജുൻ സാധാരണ രീതിയിൽ അസ്ത്രം എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, പോകുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000. ഇതാണ് അർജുന്റെ കണക്ക്. അത് 2 കൈവച്ചും യുദ്ധം ചെയ്യും. സാവ്യസാക്ഷിയാണ്. അത്രയും ഇന്ന് ഡബിൾ സ്പീഡിലാണ് യുദ്ധം ചെയ്യുന്നത്. സാധാരണ രീതിയിലെ അർജുനെ പിടിച്ചു നിർത്താൻ പറ്റും. ഇത് ഡബിൾ സ്പീഡിലാണ്. കാൺമുന്നിൽ വരുന്നത് മാത്രം അറിയാം. ആൾക്കാരൊക്കെ തെറിച്ചു പോവുകയാണ്. കൈകൾ തെറിക്കുന്നു, തലകൾ തെറിക്കുന്നു, കാലുകൾ തെറിക്കുന്നു. ഫുൾ സ്പീഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ദ്രോണാചാര്യ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം ശിഷ്യന്റെ യുദ്ധം. അന്നേരത്തേക്ക് ദുര്യോധനൻ വന്നിട്ട് പറയാം, നല്ല കാഴ്ചയല്ലേ? നമ്മുടെ ആൾക്കാരിങ്ങനെ മരിക്കുന്നതായിട്ട് സന്തോഷത്തോട് കണ്ടോണ്ടിരിക്കുക. അന്നേരം പറയും, അല്ല എന്തൊരു ഭംഗിയായിട്ടാ യുദ്ധം ചെയ്യും, ഇത് കണ്ടോണ്ടിരുന്ന ഇന്ന് തന്നെ യുദ്ധം തീരും, എന്തെങ്കിലും ചെയ്യ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ദ്രോണാചാര്യ പോയി. ദ്രോണാചാര്യക്കും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, ആർക്കും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഡബിൾ സ്പീഡിലാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ഇങ്ങനെ കൂടുതൽ ശക്തമായിക്കൊണ്ടേയിരുന്നു. അവസാനം എല്ലാവരും കൂടെ ഒന്നിച്ച് നോക്കി, എന്നിട്ടും നടക്കുന്നില്ല. അർജുനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അർജുൻ ഡബിൾ സ്പീഡിൽ. കാരണം മകൻ മരിച്ച ആ ഒരു വിഷമം, പാർത്ഥസാരഥിയോടുള്ള സ്നേഹം, പിന്നെ ആ പ്രതിജ്ഞ, ഇത് ആ ഒരു വീര്യത്തിലിരിക്കുകയാണ്. പിന്നെ മഹാദേവന്റെ അനുഗ്രഹം, ഭഗവാൻ സ്വയം എല്ലാം നിൽക്കുന്ന ആ ഒരു ശക്തി ഉണ്ട്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ഭഗവാന്റെ അനുഗ്രഹത്തിൽ, ഭക്തരുടെ അനുഗ്രഹത്തിൽ നമുക്ക് അതൊക്കെ ഈസി ആയിട്ട് തരണം ചെയ്യാൻ പറ്റും. ഇങ്ങനെ യുദ്ധം കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടേയിരുന്നു. പാണ്ഡവർക്ക് മനസ്സിലായി, കൗരവർക്ക് മനസ്സിലായില്ല എന്ത് ചെയ്യണം. എന്നാലും വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ കവർ ചെയ്തുകൊണ്ടിരിക്കുക. കുറഞ്ഞ പക്ഷം സൂര്യാസ്തമയെങ്കിലും പെട്ടെന്നാകണം. എത്ര പേര് മരിച്ചാലും കുഴപ്പമില്ല, ജയദ്രഥനെ വിട്ടുകൊടുക്കത്തില്ലെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഇരുന്നിരുന്ന് ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു. അന്നേരം ഭഗവാന് മനസ്സിലായി, അർജുന്റെ സ്പീഡിൽ പോയിട്ടും കാര്യമില്ല, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനൽ പ്ലാൻ. ഇത് ആരോടും പറഞ്ഞിട്ടുമില്ല, ഒന്നല്ല അർജുനോട് പോലും പറഞ്ഞിട്ടില്ല ആ പ്ലാൻ. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തുമാത്രമാണ് ഭഗവാന് ഭക്തരോടുള്ള സ്നേഹം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ ഫൈനൽ പ്ലാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. രഥം സ്പീഡായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് വെച്ച് കുതിര തളർന്നു. കുതിരയ്ക്ക് ഓടാൻ പറ്റുന്നില്ല. ഭഗവാൻ പാർത്ഥൻ പറഞ്ഞു, ഭഗവാനെ ഇനിയും സ്പീഡ് വേണമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല, കുതിരകൾ തളർന്നു. കാരണം സാധാരണ രീതിയെക്കാട്ടിയും കൂടുതൽ സ്പീഡിലാണ് ഇന്ന് നമ്മൾ ഓടിച്ചത്. അത് കാരണം കുതിരകളൊക്കെ തളർന്നു. കുതിരകൾക്ക് റെസ്റ്റ് വേണം, അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഭഗവാൻ പറഞ്ഞു, റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഫൈനൽ എത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്ത്, രഥം നിർത്തി. അന്നേരം യുദ്ധകളത്തിൽ രഥം നിർത്തി കഴിഞ്ഞാൽ തീർന്നു. ചുറ്റുന്നു അസ്ത്രം അയക്കുകയാണ്. പക്ഷെ എന്നിട്ടും അർജുൻ എങ്ങനെയൊക്കെയോ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഭഗവാന് മനസ്സിലായി, അർജുനെ ആര് വേണമെങ്കിലും വധിക്കാൻ പറ്റും. കാരണം രഥമില്ലാതെ താഴെ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഭഗവാൻ ഒരു മായ സൃഷ്ടിച്ചു. ഇത് മഹാഭാരതത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാവരും വൃന്ദാവനത്തിൽ എത്തിച്ചു ഭഗവാൻ. അതെങ്ങനെയാ ചെയ്യുക? കാരണം ഭഗവാന്റെ വൃന്ദാവന കാഴ്ച കാണിച്ച് എല്ലാവരും മോഹിപ്പിച്ചു എന്നുള്ളത്. എങ്ങനെ ഭഗവാൻ അത് ചെയ്തു? അതാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഭഗവാൻ എന്ത് ചെയ്തു? ആ കുതിരകളൊക്കെ തടവി. എന്നിട്ട് അർജുനോട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഒരു തടാകം നിർമ്മിക്കാൻ പറഞ്ഞു. അങ്ങനെ അർജുൻ അസ്ത്രം ചെയ്ത് അവിടെ മനോഹരമായിട്ടുള്ള തടാകം, മരങ്ങൾ, ഒരു ഗാർഡൻ, നല്ല പുഷ്പങ്ങളുള്ള ഇതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അർജുന്റെ ആ ഒരു അസ്ത്രബലം കൊണ്ട് ചെയ്തു, യോഗബലം കൊണ്ട് ചെയ്തു. അവിടെ എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യുമെന്നറിയോ? പശുവല്ല, കുതിരയാണ്. പക്ഷെ കണ്ടപ്പോൾ എല്ലാവർക്കും എന്ത് തോന്നിയെന്നറിയോ? വൃന്ദാവനത്തിലെ കാഴ്ചകൾ ഓർമ്മ വന്നു. ഇവരാരും വൃന്ദാവനത്തിൽ പോയിട്ടില്ല, ഇവരെല്ലാം വൃന്ദാവനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഭഗവാൻ എത്ര മനോഹരമായിട്ടാണ് പശുക്കളെയൊക്കെ മേയിച്ച് കിടക്കുന്നത് യമുനാ തീരത്ത്.
എത്ര ഭംഗിയായിട്ടാണ് ഭഗവാൻ പശുവിനെയൊക്കെ പരിചരിക്കുന്നത്. ഇതൊക്കെ കുതിരയെ പരിചരിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും അത് ഓർമ്മ. എല്ലാവരും യുദ്ധത്തെയൊക്കെ ഒരു നിമിഷം നിർത്തിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഭഗവാന്റെ ഒരു പാർത്ഥനെ രക്ഷിക്കാനുള്ള ഒരു മായയായിരുന്നു. ഇതെല്ലാം കാണിച്ചു ഭഗവാൻ. അത് കഴിഞ്ഞിട്ട് കുതിര റെഡി ആയപ്പോഴത്തേക്ക് ഉടനെ എന്ത് ചെയ്തു? വീണ്ടും കെട്ടി, വീണ്ടും യുദ്ധം തുടങ്ങി. അതിനുശേഷം യുദ്ധം വീണ്ടും ശക്തമായിട്ട് ആരംഭിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ദുര്യോധനൻ പറഞ്ഞ്, ഓ ദ്രോണാചാര്യ, ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്യും. അന്നേരത്തേക്ക് പറഞ്ഞ്, നീ എന്താ ചെയ്യാത്ത? എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യത്തില്ലേ, നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്യേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ്, ഇവനെ എങ്ങനെയും നിർത്തിയേ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അന്നേരം എനിക്ക് വേറെ അവൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ദ്രോണാചാര്യർ പറഞ്ഞു, ഞാനൊരു കവചം നിർമ്മിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മന്ത്രകവചം കൊണ്ട് ദുര്യോധനെ മൂടുകയാണ്. ആ ഒരു കവചത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ശരീരവും മറഞ്ഞിരിക്കും, പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല. അത് മന്ത്രകവചമാണ്. അങ്ങനെ ആ മന്ത്രകവചം കൊണ്ട് മൂടിയിട്ട് ആ ദുര്യോധന്റെ അടുത്ത് പറഞ്ഞു, നീ ഇനി ധൈര്യമായിട്ട് പോകും, ഒരു ദിവ്യാസ്ത്രവും നിന്നെ സ്പർശിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എത്തി യുദ്ധം വീണ്ടും ആരംഭിച്ചു. ദുര്യോധനൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, അർജുന, നീ എന്തോ കുട്ടികളായിട്ട് കളിക്കുന്നത്, ആണുങ്ങളുമായിട്ട് കളിക്കടാന്ന് പറഞ്ഞു വെല്ലുവിളിച്ചിട്ട് അർജുൻ അങ്ങോട്ട് 2 അസ്ത്രം അയച്ച് അസ്ത്രം കൊണ്ട് താഴെ വീണു. അന്നേരത്തേക്ക് ഉടനെ ഭഗവാൻ പറഞ്ഞു, ഇതെന്തോ നീ നിന്റെ വീര്യമൊക്കെ പോയ അർജുന, അസ്ത്രം അവിടം വരെ എത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഉടനെ പാർത്ഥൻ വീണ്ടും അസ്ത്രം കിട്ടുന്നില്ല. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ഇത് സാധാരണയല്ല, ഇത് മന്ത്രകവചമാണെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് പാർത്ഥൻ പറഞ്ഞു, ആ ശരിയാ ഭഗവാനെ, പക്ഷെ ഇതിനുള്ള പോംവഴിയുണ്ട്. 10 അസ്ത്രം എടുത്തു. എന്താണ് 10 അസ്ത്രത്തിന്റെ ഉദ്ദേശം? കാരണം ഈ മുഴുവൻ ശരീരത്തിലും കവചം കവർ ചെയ്തിരിക്കുകയാണ്, പക്ഷെ 10 സ്ഥലത്ത് കവർഡ് അല്ല. അതെവിടെയാണെന്നറിയാം? ഈ നഖത്തിന്റെ ഇടയിൽ. അത് ഈ നഖവും വിരലിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ നമ്മൾ നഖം വെട്ടുന്ന സമയത്തൊക്കെ ഒരു ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാണുമല്ലോ. അബദ്ധവശാൽ അത് കയറിപ്പോയി എന്തൊരു സുഖമായിരിക്കും അല്ലേ, നല്ല സുഖമായിരിക്കും. അന്നേരം അർജുൻ ടാർഗറ്റ് ചെയ്യുന്ന അവിടെയാണ്. അന്നേരം 5 വിരല് 2 കൈയിലും 10 വിരല്. ഒന്ന് ആലോചിക്കണം. 10 അസ്ത്രം റെഡിയാക്കി. ദുര്യോധന ഇത് മനസ്സിലാവുന്നില്ല. ദുര്യോധന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ അല്ലെങ്കിലും നീ എൻ്റെ മുന്നിൽ നിനക്കൊന്നും നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. 10 അസ്ത്രം ജപ്പെന്ന് പറഞ്ഞിട്ട് പോയി 10 വിരലും അകത്തോട്ട് കയറിപ്പോയി. എന്തായിരിക്കും? ബ്രഹ്മാനന്ദത്തിലായിരിക്കും ദുര്യോധനല്ലേ. ഒറ്റ വിളിച്ചുകൂവൽ ആ കുരുക്ഷേത്രം മുഴുവൻ കേട്ടു. എന്നിട്ട് ബോധം കെട്ട ആള് വീണു. അന്നേരം ഭഗവാൻ പറഞ്ഞു, നമ്മുടെ ജോലി കഴിഞ്ഞ് മുന്നോട്ട് പോകാം. എന്നിട്ട് യുദ്ധം കണ്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള എല്ലാവരും ഒത്തുകൂടി. കാരണം കൃപാചാര്യ, ദ്രോണാചാര്യ എല്ലാവരും ഒത്തുനിന്നുകൊണ്ട് അർജുനെ തടുക്കാനായിട്ട് നിൽക്കുകയാണ്. പാർത്ഥസാരഥിക്ക് മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങും എത്തത്തില്ല, യുദ്ധം കളിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് തന്നെ ഇവനെ ഇനി തീർക്കാം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ചക്രം ഉപയോഗിച്ചു, സൂര്യനെ മറച്ചു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മൾ പല രീതിയിലും നമ്മൾ ജയിച്ചു എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ വലിയൊരു പരാജയം വരും നമ്മുടെ ജീവിതത്തിൽ. പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടും. നമ്മൾ വിചാരിക്കൂ, കൃഷ്ണൻ എൻ്റെ കൂട്ടത്തിലുണ്ടായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. പക്ഷേ കൃഷ്ണൻ വലിയൊരു നേട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. മനസ്സിലാക്കിയിരിക്കണം. അന്നത് കവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആകത്തില്ല. ഭഗവാൻ ആ സൂര്യനെ മറച്ചു. ഉടൻ തന്നെ ശത്രുക്കളെല്ലാവരും സന്തോഷിച്ചു. അതേപോലെ നമ്മുടെ വീഴ്ച ആഗ്രഹിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. ആ കണ്ടില്ലേ, വീണ് തീർന്നു, ഇതോടുകൂടി ജീവിതം തീർന്നു, ഇനി എല്ലാം നമ്മുടെ വിജയമാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്? ഒളിച്ചിരുന്ന ആള് പുറത്തു വന്നു. ജയദ്രഥൻ മുന്നിൽ വന്ന് നിന്നു. ജയദ്രഥൻ പറഞ്ഞു, നീ വലിയ രീതി പറയുമായിരുന്നല്ലോ, എന്നെ കൊല്ലും എന്തായി എനിക്ക്? അവസാനം നീ തന്നെ മരിക്കേണ്ടി വരും, ദേവി ഇത് ആത്മഹത്യ ചെയ്യൂ എന്ന് പറഞ്ഞ് ഞാൻ നിനക്കായിട്ട് ചിത ഒരുക്കി തരാമെന്ന് പറഞ്ഞ് അവിടെ അഗ്നിയൊക്കെ റെഡിയാക്കി. അന്നേരത്തേക്ക് അർജുനും അറിയത്തില്ല. അർജുനും ഇത് അറിയത്തില്ല. അർജുൻ ഇങ്ങനെ വിഷമിച്ച് തലയൊക്കെ ഇങ്ങനെ കുനിച്ചിരിക്കുകയാണ്. എല്ലാവരും കളിയാക്കി കൊന്നെന്നുള്ളതാണ്. എന്തായിരിക്കും നമ്മുടെ അനുഭവം? ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ പ്രതിജ്ഞ എടുത്തു, ഇത്രയും ശക്തമായിട്ട് നമ്മൾ പരിശ്രമിച്ചു, എല്ലാം ചെയ്തിട്ട് പാർത്ഥൻ തന്നെ, പാർത്ഥസാരഥി കൂട്ടത്തിലുണ്ട്, കൃഷ്ണൻ തന്നെ, നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും വലിയൊരു തോൽവി, എല്ലാവരും നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു തോൽവി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ തലയും കുനിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ വിഷമിക്കരുത്. പാർത്ഥസാരഥി നമ്മളെ ഒരിക്കലും ചതിക്കത്തില്ല. ലോകം മുഴുവൻ ഒരു സൈഡിലാണെങ്കിലും ഭഗവാൻ ഹരിയുടെ നാമജപം നമ്മളെ ഒരിക്കലും ചതിക്കത്തില്ല. ഈ നാമജപം വിടാതിരുന്നാൽ മതി. ഈ നാമജപം വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ദുര്യോധനെ പോലെയാകും. നാമജപം വിട്ടുകഴിഞ്ഞാൽ പിന്നെ പരാജയപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചോ. നാമം ജപിക്കാതെ എത്ര അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നാലും അത് പരാജയമാണ്. ഇതാണ് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ.
ഈ ഒന്ന് മുൻനിർത്തിക്കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, അതെല്ലാം നമ്മൾ ജയിക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടത്തില്ല. ബാക്കി എല്ലാം നഷ്ടപ്പെട്ടാലും ഇതിനെ വിടാതിരിക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ സ്വത്ത്, ഇതാണ് നമ്മുടെ പാർത്ഥസാരഥി. അന്നേരം ആ നാമജപത്തെ മുറുകെ പിടിക്കുക, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ വിഷമിച്ചെങ്കിലും അർജുന് കംപ്ലൈൻ്റ് ഇല്ല. അർജുൻ പറഞ്ഞില്ല ഭഗവാനെ അങ്ങ് ചതിച്ചില്ലേ, എന്തൊന്നും പറഞ്ഞില്ല. അർജുൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, ഞാൻ പരിശ്രമിച്ചു നടന്നില്ല. അന്നേരം അർജുൻ ചുമ്മാ പറയുന്നതല്ല, ജയിച്ചാലും കുഴപ്പമില്ല പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, അത് ചുമ്മാ അതല്ല പറയുന്നത്. അർജുൻ മരിക്കാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഭഗവാൻ എന്താണ് നോക്കുന്നതെന്നറിയോ? ഇവൻ മാക്സിമം അടുത്ത് വരണം. ഭഗവാനാണെങ്കിൽ എവിടുന്ന് അസ്ത്രം വായിച്ചാലും കറക്റ്റായിട്ട് മിസ്സാവത്തില്ല. അർജുനും മിസ്സാവത്തില്ല. പക്ഷെ ഭഗവാന്റെ ആ സ്നേഹം നോക്കണേ, ഒരിക്കലും മിസ്സാവാത്ത രീതിയിൽ അടുത്ത് വരട്ടെ അവൻ. ഭഗവാന് മിണ്ടാതിരുന്നു. കാരണം എന്താണ്? അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവരെ വീണ്ടും ഒളിപ്പിക്കും. ഒരിക്കലും രക്ഷപ്പെടാത്ത രീതിയിൽ അവൻ ഇങ്ങനെ സിംഹത്തിന്റെ അടുത്ത് വരട്ടെ എന്ന് കൃഷ്ണൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്നും മിണ്ടിയില്ല. എല്ലാവരും വിചാരിച്ചു കൃഷ്ണന്റെ ആറ്റും പോയി, കൃഷ്ണനും കൈ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യമൊക്കെ. നമ്മൾ പറഞ്ഞില്ലേ അന്നേ ഇതൊക്കെ ഉള്ളൂ, ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് എല്ലാം പറഞ്ഞ് ആഘോഷം തുടങ്ങി. യുദ്ധം ജയിച്ചു കേട്ടോ. എല്ലാവരും ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ജയദ്രഥൻ എന്ത് ചെയ്ത് ഓവർ സ്മാർട്ടായിട്ട് അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തെത്തി. ഇനി എത്ര ഓടിയാലും രക്ഷപ്പെടത്തില്ലെന്ന് കൃഷ്ണൻ ഉറപ്പ് വന്നപ്പോൾ എന്ത് ചെയ്തു? ഉടൻ തന്നെ സുദർശന ചക്രം മാറ്റി. ഉടൻ തന്നെ സൂര്യൻ ശകുനി വെച്ചത് ഇതെടുന്ന സൂര്യൻ ഇത്രയും പെട്ടെന്ന് സൂര്യോദയം. അന്നേരം ഉടനെ എല്ലാവരും പറഞ്ഞു അതിന് സൂര്യൻ അസ്തമിച്ചിട്ട് വേണ്ടേ സൂര്യോദയം. ഉടൻ തന്നെ പാർത്ഥസാരഥി പറഞ്ഞു, പാർത്ഥ ദോ സൂര്യൻ ദോ ജയദ്രഥൻ, ഇനി വിഷമിക്കരുത്, ആ പാശുപതാസ്ത്രം എടുത്ത് പ്രയോഗിക്കുക. അർജുൻ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. അസ്ത്രം എടുത്തു, ജയദ്രഥൻ ഓടാൻ തുടങ്ങി. പശുപതാസ്ത്രം അയച്ചു, നേരെ കഴുത്തിന് തന്നെ കൊണ്ടു ആ അസ്ത്രം. എന്നിട്ട് ഭഗവാൻ പശുപതാസ്ത്രത്തിനും ആ ഒരു ജയദ്രഥന്റെ ശിരസിനെ വഹിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചു. ഭഗവാന്റെ ശക്തിയും കൂടെ അതിൽ കൊടുത്തു. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ജയദ്രഥന്റെ അച്ഛൻ ജയദ്രഥന് ഒരു വരം കൊടുത്തിരുന്നു, ആരാണോ നിന്റെ ശിരസ് താഴെ വീഴ്ത്തുന്നത് അവന്റെ ശിരസും പൊട്ടിത്തെറിക്കും. ഇതൊന്നും പാർത്ഥൻ അറിയുന്നില്ല. അതാണ് നമ്മൾ പറയേണ്ടത്. കൂട്ടത്തിൽ നാമജപം ഉണ്ടെങ്കിൽ അപകടം നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ പോലും അറിയാതെ അർജുൻ എങ്ങനെയാണോ ശിരസ് കഴുത്ത് പോകേണ്ട ഭാഗത്ത് കിരീടം പോയത്, അതേപോലെ ഈ അസ്ത്രം വായിച്ചാലും തല പൊട്ടിത്തെറിക്കും. ഇതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡോണ്ട് വറി, ജസ്റ്റ് ചാന്റ്. ഒന്നും ടെൻഷൻ അടിക്കണ്ട, നാമജപം മാത്രം മതി. നാമജപം ഉറച്ചു പിടിക്കുകയാണെങ്കിൽ എത്ര വലിയ അപകടമാണെങ്കിലും, കൊടുങ്കാറ്റായാലും ശരി, സുനാമി ആയാലും ശരി, ആറ്റം ബോംബായാലും ശരി, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതിനേക്ക് തരണം ചെയ്യും. നാമജപത്തിൽ വിശ്വാസത്തോടുകൂടി ഇരിക്കുക, അത്ര മതി. ലോകം മുഴുവൻ നമ്മൾക്കെതിരായിരിക്കും, ലോകം മുഴുവൻ നമ്മളെ കളിയാക്കും, കുറ്റപ്പെടുത്തും. പക്ഷെ നിങ്ങൾ നാമജപത്തെ വിടാതിരിക്കുക. ആരാണോ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് അവർ തന്നെ നിങ്ങളെ പ്രകീർത്തിക്കും. ആരാണോ നിങ്ങളെ പുച്ഛവും തുച്ഛവും എന്ന് കരുതുന്നത് അവരെല്ലാവരും നിങ്ങളെ ഉയർത്തും ഒരു ദിവസം. പക്ഷെ ആ ഉയരത്തിൽ നിങ്ങൾ ആസ്വദിക്കരുത്, താഴ്ചയിൽ നിങ്ങൾ വീണും പോകരുത്, ദ്വന്ദ്ങ്ങളിൽ വീണു പോകരുത്. കാരണം നിങ്ങളുടെ സ്വത്ത് ഉയർച്ചയും താഴ്ചയും അതൊന്നുമല്ല. നിങ്ങളുടെ സ്വത്ത് എന്ന് പറയുന്നത് നാമജപമാണ്. ഇതിൽ ഉറച്ചു നിൽക്കുക. ദ്വന്ദ്ങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഈ ഒരു മാർഗം മാത്രമാണ്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ ഒരു അർജുന്റെ കഴുത്ത് പോയി കഴിഞ്ഞാൽ, ഈ ജയദ്രഥന്റെ കഴുത്ത് താഴെ വീഴാൻ പാടില്ല. അതുകൊണ്ട് പശുപതാസ്ത്രം കൊടുത്തു. പക്ഷേ ഭഗവാൻ എന്ത് ചെയ്തെന്നറിയോ? ആ അസ്ത്രത്തിന്റെ ദിശ തൊട്ടടുത്ത് തന്നെ, ഈ കുരുക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ ഈ ജയദ്രഥന്റെ അച്ഛൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭഗവാന്റെ പ്ലാൻ നോക്കണേ ഇങ്ങനെയാണ്. അർജുന്റെ ടാർഗറ്റ് തീർന്നു, എന്താണ്? കഴുത്തറുത്തു. പക്ഷെ ഭഗവാന്റെ ടാർഗറ്റ് തീർന്നില്ല. ഭഗവാൻ ആ അസ്ത്രത്തെ, ശിരസിനെ ഈ കൊറിയർ ഡെലിവറി ചെയ്യുന്നില്ലേ, അതേമാതിരി കറക്റ്റായിട്ട് പാക്കെല്ലാം ചെയ്ത മാതിരി ഭഗവാന്റെ ശക്തി കൊണ്ട് നേരെ അങ്ങ് ഉയർത്തിയിട്ട് ആ തപസ് യോഗബലത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന ആളുടെ ഒരു കൊറിയർ വന്ന് നേരെ മടിയിൽ വന്നു വീണു. അന്നേരം ഇതെന്തോന്ന് അശുദ്ധി എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. താഴെ വീണ് ഇങ്ങേരുടെ തല പൊട്ടിത്തെറിച്ചു. ഇതാണ് പാർത്ഥസാരഥി. എത്ര മനോഹരമാണ് നോക്കണേ. ആർക്കും വെല്ലാൻ പറ്റത്തില്ല പാർത്ഥസാരഥിയെ. എല്ലാവിധ കഷ്ടതകളും എല്ലാവിധ പ്രശ്നങ്ങളെയും
ദൂരീകരിക്കാൻ പറ്റും പാർത്ഥസാരഥിക്ക്. ആ ചാട്ട ഇങ്ങോട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ തീർന്നു. അന്നേരം ആ ഒരു ചാട്ട ശത്രുക്കളുടെ ഹൃദയത്തിൽ ഭയം സൃഷ്ടിക്കും. ആ ഒരു ശംഖുനാദം എത്ര വലിയ ശത്രുവാണെങ്കിലും അവരുടെ എന്താ പറയുക കോൺഫിഡൻസ് ഒക്കെ തകർന്നു പോകും. ഭീഷ്മ പിതാമഹനും ആഗ്രഹിച്ചത് ഇതേ ഒരു പാർത്ഥസാരഥിയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ക്ഷേത്രത്തിൽ വരാൻ പറ്റിയത് നമ്മുടെ എല്ലാം മഹാഭാഗ്യമായിട്ട് കരുതുക. കാരണം സത്യം പറഞ്ഞാൽ കുറേ നാളുകളായിട്ട് ഇവിടെ വരണമെന്ന് വിചാരിച്ചു. ഞാൻ വരുന്നുണ്ട്, പക്ഷേ പാർത്ഥസാരഥിയെ പ്രകീർത്തിച്ചുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ കൃഷ്ണാട്ടത്തിലെ പ്രശാന്ത് അദ്ദേഹമാണ് രാത്രിയിൽ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ഇവിടെ വരാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞ് എന്തുകൊണ്ട് വരത്തില്ല, ഇത് സാക്ഷാൽ പാർത്ഥസാരഥിയുടെ ഒരു ക്ഷണമായിട്ട് കരുതുന്നു. നമുക്കൊന്നും ഒരു യോഗ്യതയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ കൃപാകടാക്ഷം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്. കാരണം എന്ത് ശരി എന്ത് തെറ്റും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് നമ്മൾ എത്ര ബുദ്ധിപരമായിട്ട് ആലോചിച്ച് കണ്ടെത്താൻ ശ്രമിച്ചാലും ഉത്തരങ്ങൾ കിട്ടത്തില്ല. അതുകൊണ്ട് ഏറ്റവും എളുപ്പമാർഗം എന്താണ്? പാർത്ഥൻ്റെ മാർഗം. അതും ആ ഒരു മാർഗത്തിൽ നിൽക്കണമെങ്കിൽ പാർത്ഥനെ പോലെ ആയിരിക്കണം. നല്ല ആ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം പാർത്ഥൻ സാധാരണ വ്യക്തിയല്ല. എന്തുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഭക്തന്റെ ഡ്രൈവറായിട്ട് നിൽക്കാൻ ഭഗവാൻ റെഡിയാണ്? കാരണം ഇത് അർജുൻ്റെ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദേവലോകത്ത് പോയപ്പോൾ സാക്ഷാൽ ഉർവശി എന്ന് പറയുന്നത് നരനാരായണ ഋഷിയുടെ ഉർവത്തിൽ നിന്ന് വരുന്നവളാണ്. അന്നേരം മേനക, തിലോത്തമ ഇവരുടെയൊക്കെ മുമ്പിൽ ഉർവശി എന്ന് പറയുന്നത് വളരെ ഉയർന്ന സ്ഥാനത്താണ്. സാധാരണ ഒരു സ്ത്രീയല്ല, അപ്സരസുകളുടെ റാണിയാണ്, മഹാറാണിയാണ് ഉർവശി. ആ ഉർവശി പോലും അർജുനെ പ്രലോഭിപ്പിക്കാൻ നോക്കിയിട്ടും അർജുൻ വീണില്ല. അവിടെ ചെന്നപ്പോൾ അർജുൻ ദേവലോകത്ത് പോയി ദിവ്യാസ്ത്രങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു വേണമെങ്കിൽ നിനക്ക് നൃത്തവും കൂടെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞു. നൃത്തമൊക്കെ പഠിച്ചു പാർത്ഥൻ. അന്നേരത്തെ അത് പഠിപ്പിച്ചു കൊടുത്തത് ഉർവശിയാണ്. അതിനുശേഷം ഒരു ദിവസം അവിടുത്തെ ആ ഒരു ഉർവശി ഇങ്ങനെ നൃത്തം ആടിക്കൊണ്ടിരുന്നപ്പോൾ പാർത്ഥൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അന്നേരം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇന്ദ്രൻ കണ്ടിട്ട് പറഞ്ഞു, ഈ നൃത്തമൊക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പേ. അന്നേരം ഇന്ദ്രൻ വിചാരിച്ചു അർജുന് ഉർവശിയോട് ആഗ്രഹമുണ്ടെന്ന് വിചാരിച്ചു. കാരണം അവിടെ എങ്ങനെ ധർമ്മം അധർമ്മം ഒന്നുമില്ല, അവിടെ എല്ലാം ധർമ്മം തന്നെയാണ്. അതൊരിക്കലും ഇവിടെ പ്രവർത്തിക്കരുത്, ഇത് നരകത്തിലേക്കുള്ള യാത്രയായിരിക്കും. പക്ഷെ അവിടെ എല്ലാം അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല, അങ്ങനെയുള്ള ശരി തെറ്റെന്നുള്ള ഇല്ല. അവിടെ എന്താ പറയുക ബന്ധം അങ്ങനെ ഒന്നും ഇല്ല. അത് കാരണം എന്താണ്, അപ്സരസുകളുമായിട്ട് അവർക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റും. അതൊന്നും നമ്മൾ ഒരിക്കലും അനുകരിക്കരുത്. പക്ഷെ അർജുൻ എന്താ ചെയ്തതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അന്നേരം അർജുൻ അവിടെ ചെന്നപ്പോൾ ഇന്ദ്രൻ വിചാരിച്ചു അർജുന് എന്തായാലും ആഗ്രഹം കാണും, ക്ഷത്രിയനല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഉർവശി എടുത്ത് പറഞ്ഞു. അന്നേരം ഉർവശിക്കും അർജുനോട് ആഗ്രഹം ഉണ്ടെന്ന് ഇന്ദ്രന് മനസ്സിലായി. കാരണം അർജുൻ ആരെ ആകർഷിപ്പിക്കുമല്ലോ, ആ ഒരു വീര്യവും ആ തേജസ്സും. അന്നേരത്തേക്ക് ഉടനെ ഇന്ദ്രൻ പറഞ്ഞു, ഉർവശി ഇങ്ങനെ നീ അവനുമായിട്ട് ബന്ധപ്പെടാം, അവന് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആരും ഇല്ലാത്ത സമയത്ത് അർജുനെ കാണാൻ ഉർവശി വരികയാണ്. ഉർവശി വന്നിട്ട് എന്താണ് പറയുന്നത്? ഉർവശി പറഞ്ഞു, എനിക്ക് നിന്റെ മേൽ ആഗ്രഹമുണ്ട്, നമ്മൾ തമ്മിൽ ഒന്നിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അർജുൻ പറഞ്ഞു, നമുക്കതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ? അന്നേരത്തെ പറയും, അങ്ങൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ അങ്ങൻ്റെ ഗുരുവാണ്. കാരണം എന്താണ്, നൃത്തം പഠിപ്പിച്ചെന്ന ആളാണ്. അന്നേരം എന്തായി, ഗുരുവായി. അന്നേരം ഗുരുവായിട്ട് ഇങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ ഉർവശി പറഞ്ഞു, ഇത് ഇങ്ങനത്തെ ബന്ധമൊന്നുമില്ല. അല്ല, രണ്ടാമതും കാരണമുണ്ട്. രണ്ടാമത് കാരണം എന്ന് പറഞ്ഞാൽ ഊർവത്തിൽ നിന്ന്, നാരായണ ഋഷിയുടെ ഊർവത്തിൽ നിന്നാണ് അങ്ങ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ നാരായണ ഋഷി എൻ്റെ ചേട്ടനാണ്, എൻ്റെ ഗുരുവാണ്. അന്നേരം എൻ്റെ മകളായിട്ടാണ് നീ വരുന്നതെന്ന് പറഞ്ഞു. എന്നാലോചിച്ച് നോക്കണം. നമുക്ക് പൊതുവെ ആസ്വാദന വിഷയം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ബുദ്ധി പ്രവർത്തിക്കത്തില്ല, നമ്മൾ ഒരിക്കലും ബുദ്ധി ഉപയോഗിക്കത്തില്ല, എങ്ങനെയും ആസ്വദിക്കണമെന്ന് ചിന്തിക്കൂ. പക്ഷെ പാർത്ഥൻ അങ്ങനെയല്ല. ആ ഒരു ക്യാരക്ടർ നോക്കണം പാർത്ഥൻ്റെ. അത് കഴിഞ്ഞപ്പോൾ എന്തായി, ഉർവശി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല. അന്നേരം പറഞ്ഞു, വേറെയും കാരണമുണ്ട്. എന്താണ്, ഞാൻ മനുഷ്യനാണ്, മനുഷ്യന് ധർമ്മമൊക്കെ ആചരിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു, ഇത് മനുഷ്യലോകമല്ല, ദേവലോകമാണ്, പക്ഷെ ഞാൻ മനുഷ്യനാണ്. എത്ര ഭംഗിയായിട്ടാണ് അർജുൻ ഒരിക്കലും നിയമം വിടാത്തതെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞപ്പോൾ ഉർവശി പറഞ്ഞു, ഇത്രയ്ക്ക് ധിക്കാരമോ, ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ അങ്ങോട്ട് ഇന്ന് ഇങ്ങനെ യാചിക്കുന്നത്, എന്നിട്ട് നീ ഇത് തിരസ്കരിച്ചില്ല, ഇന്നാ നിന്നെ ഞാൻ ശപിക്കുന്നു. അന്നേരം വേണമെങ്കിൽ അർജുന് വിചാരിക്കായിരുന്നു, എന്താണ്, എങ്കിൽ വിട്ടേരെ, കുഴപ്പമില്ല, ആരും അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഒന്നിക്കായിരുന്നു.
പക്ഷെ പാർത്ഥൻ വിട്ടുകൊടുത്തില്ല. പാർത്ഥൻ പറഞ്ഞു, ഇല്ല, എന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല, ഇത് അധർമ്മമാണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ശപിച്ചു, നീ ഒരു നപുംസകമായി പോട്ടെ എന്ന് പറഞ്ഞു. അർജുൻ വിഷമമായി, പക്ഷെ എന്നിട്ടും അത് സഹിച്ചു. ഞാൻ പറയുന്നത് അർജുൻ്റെ ക്യാരക്ടറാണെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് അർജുൻ വിഷമിച്ച് താഴോട്ട് വരികയാണ്. അന്നേരത്തേക്ക് ഭഗവാൻ സന്തോഷിച്ചു, പാർത്ഥസാരഥി, വെരി ഗുഡ് അർജുന, നീ എല്ലാം നേടിയെടുത്തു. അന്നേരത്തേക്ക് പറഞ്ഞു, എന്താ നീ വിഷമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഭഗവാൻ വീണ്ടും ചിരിച്ചു. നിന്നെ എങ്ങനെ ഒളിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ചിരിക്കുകയാണ്. കാരണം 12 വർഷം വനവാസം കഴിഞ്ഞിട്ട് 1 വർഷം അജ്ഞാതവാസമുണ്ട്. ബാക്കിയുള്ള 4 പേരെയും എങ്ങനെയെങ്കിലും ഒളിപ്പിക്കാൻ പറ്റും. പക്ഷേ നീ വളരെ ഫേമസ് ആണെന്ന് പറഞ്ഞു. നിന്റെ കൈകൾ കാണുമ്പോഴേ 2 കൈകളിലും അസ്ത്രം അയക്കുന്ന പാടുകളുണ്ട്. നിന്റെ ആ ഒരു ലക്ഷണങ്ങൾ വെച്ച് ആരും മനസ്സിലാകാം നീ പാർത്ഥനാണ്. അതുകൊണ്ട് എങ്ങനെ ഒളിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നപ്പോൾ എല്ലാം എൻ്റെ പ്ലാനായിരുന്നു. കാരണം നീ ഒരിക്കലും ധർമ്മത്തെ വിടത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാം ഞാൻ പ്ലാൻ ചെയ്തതാണ് പറഞ്ഞു. അതുകൊണ്ട് എന്തായി, ആ ഒരു ബൃഹന്നളയായിട്ട് ആ ഒരു വിരാട് രാജ്യത്തിൽ ആ ഉത്തരകുമാരിക്ക് നൃത്തം പഠിപ്പിക്കാനുള്ള ആ ഒരു ഗുരുവായിട്ട് മാറി നമ്മുടെ അർജുൻ. ഒന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് നമ്മൾ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക, നമ്മൾ ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കുക. ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. ആരൊക്കെ ജയിച്ചാലും ആരൊക്കെ തോറ്റാലും അതൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവസാനത്തെ ജയം നമ്മുടെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമൊക്കെ പലതും ജയിച്ചു തോറ്റു, ചൂതിൽ തോറ്റു, അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട യുദ്ധത്തിൽ നമ്മൾ ജയിച്ചിരിക്കും എന്നുള്ളതാണ്. നമ്മൾക്ക് ജയിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും പാർത്ഥസാരഥി നമ്മളെ ജയിപ്പിച്ചിരിക്കും. അതുകൊണ്ട് വളരെ സിമ്പിളാണ്, ധർമ്മത്തെ ഒരിക്കലും വിടാതിരിക്കുക. താൽക്കാലിക വിജയത്തിന് വേണ്ടി ധർമ്മത്തെ വിടാതിരിക്കുക. പിന്നെ അർജുൻ എങ്ങനെയാണോ ആ ചോയ്സ് എടുത്തത്, എനിക്ക് നാരായണസേന വേണ്ട, കൃഷ്ണൻ മതി, ആയുധം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൃഷ്ണൻ മാത്രം മതി. അതേപോലെ നമ്മൾ നാമജപം കൈവിടരുത്, നാമജപത്തിൽ ഉറച്ചു നിൽക്കുക. അതും കൂടാതെ നമ്മൾ എല്ലാവരും കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് എത്ര പ്രാവശ്യം പാർത്ഥസാരഥി പാർത്ഥനെ രക്ഷിച്ചത്. അതുകൊണ്ട് ഇതൊന്നും കെട്ടുകഥകളല്ല, ഇതെല്ലാം ഹിസ്റ്ററിയാണ്, ഇതിഹാസമാണ്. ഇതെല്ലാം നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇത് എല്ലാ കാലവും നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഭഗവാനെ തന്നെ ഉറച്ചു വിശ്വസിക്കുക. അതുകൊണ്ട് ഇന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും പാർത്ഥസാരഥിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ.